പ്രദീപ് ഭായ് നമസ്കാരം. ആരുടെയൊന്നും അനക്കം ആയില്ല. മുത്താന സുധാകരൻ സാർ നമസ്കാരമുണ്ട്. ആ ധർമ്മേട്ടനുണ്ടല്ലേ, ഇടക്കൊച്ചിയുടെ വലിയ മിത്രമാണ്. ഉശിരൻ രീതി എന്നാ പറയണത്. അതാ ഇടത് കൈവച്ചുള്ളൊരു താളം അടിച്ചിട്ടുള്ള പാട്ടിൻ്റെ വിവരം ധർമ്മേട്ടൻ പറയാറുണ്ട്. അന്വേഷണം പറഞ്ഞേര് ധർമ്മേട്ടനോട്. ഇതിൽ വേവ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ പ്രദീപ് ഭായ്, എന്താണത്? എഴുതി കാണിച്ചാൽ എനിക്കറിയാൻ പറ്റും. കെ ഡി പീറ്റർ നമസ്കാരം. ശബ്ദമൊക്കെ കേൾക്കാവോ? ആ നമ്മുടെ ഇൻറ്റിമേറ്റ് വന്നു കഴിഞ്ഞു. പുളിമാത്ത് ഡിയർ, സന്തോഷം. ഓക്കെ സന്തോഷം പുളിമാത്ത്. ഇനിയിപ്പോൾ ഈ വേവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ ഇതിൽ, എന്താണ് പുളിമാത്ത്? അത് റൈറ്റിങ്ങിൽ വേവ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിതിലൊന്നും ചെയ്യണ്ടല്ലോ. നന്ദി സാർ. അതെ, പയ്യന്നൂരിൽ നിന്ന് എത്തിയില്ലല്ലോ. പയ്യന്നൂർ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ. ഐഷ ഹുസൈൻ നമസ്കാരം. ഞാൻ ഒട്ടുമിക്ക SS-ൻ്റെ പ്രോഗ്രാമിലും വന്ന് കയറാറുണ്ട് ഇടയ്ക്ക്. ഏതായാലും ആദ്യമായിട്ടുള്ളൊരു FB ലൈവ് പ്രോഗ്രാമാണ്. ഏതായാലും സന്തോഷം. നിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നൊരു അവസരമാണല്ലോ ഉള്ളത്. ജോസ് കോവില നമസ്കാരം. ഇങ്ങനെയായാലോ? ഇപ്പോൾ എങ്ങനെയാണ് പുളിമാത്ത്? ഇപ്പോഴെങ്ങനെയുണ്ട്? ശ്യാമള VB നമസ്കാരം. പയ്യന്നൂരിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയാൽ നമുക്ക് ഉടനെ ആരംഭിക്കാം. 7 മണിക്ക് തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഏതായാലും കുറച്ച് സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന, കലയിൽ ഉൾപ്പെടുന്ന പ്രിയങ്കരായ മിത്രങ്ങളാണ്. ആയിഷ ഹുസൈൻ മുന്നോട്ടായാലും ഞാൻ ഇത്ര കൂടി ഇങ്ങനെ ആയാൽ ഇത്ര ആകണോ? ഇങ്ങനെയാകണോ?
ഈ ഈ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മതിയാകുമോ ശബ്ദമൊക്കെ കിട്ടാൻ വേണ്ടി? ആയിഷക് ഹുസൈൻ ഭായ്, ജയേട്ടനൊക്കെ വന്നിട്ടുണ്ട്. നമസ്കാരം. പയ്യന്നൂരിൻ്റെ ഒരു മെസ്സേജ് കൂടി കിട്ടിയാൽ നമുക്ക് ഉടനെ അങ്ങോട്ട് തുടങ്ങാം. യെസ്, പയ്യന്നൂർ എത്തിക്കഴിഞ്ഞു. നമസ്കാരം പയ്യന്നൂരെ, നമുക്കെങ്ങനെയായി? തുടങ്ങാമല്ലോ. നമുക്ക് ആരംഭിക്കാം പയ്യന്നൂരെ. ഓക്കെ. കവിത സോമനാഥ്, യേസ്, നമ്മുടെ പള്ളുരുത്തിയുടെ നൃത്ത രംഗത്ത് പ്രഗത്ഭനാണ് സോമനാഥ്. നന്ദി. പൊളിമാത്ത്. ഓക്കെ, ആരംഭിക്കാമല്ലോ. പയ്യന്നൂരിൻ്റെ ഒരു മെസ്സേജ് കൂടി. ബൈജു, സുമാർ സാറിൻ്റെ മോൻ എത്തിയിട്ടുണ്ട്. വളരെ നന്ദി. ഞാനുണ്ടായിരുന്നു പ്രോഗ്രാമിൽ, പക്ഷേ എനിക്കന്ന് കുറച്ച് കേട്ടിട്ട് ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഞാൻ പതിയെ പോവുകയും ചെയ്തു. പിറ്റേന്ന് ഞാനെല്ലാം കണ്ടു. ബൈജു സാറിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. തുടങ്ങിക്കോട്ടെ. പയ്യന്നൂരിൻ്റെ ഒരു മെസ്സേജ് കൂടി വന്നാൽ നമുക്ക് ആരംഭിക്കാം. SS-ൻ്റെ ഭാരവാഹികളിലാരെങ്കിലും അനുമതി തരാനുണ്ടോ? യെസ്, മുത്താന ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഏഴ് 10. ഓക്കെ, പയ്യന്നൂരിൻ്റെ മെസ്സേജ് കൂടി വന്നു കഴിഞ്ഞു. നമുക്ക് ആരംഭിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയങ്കരായ കലാകാരന്മാർക്കും കലാസുഹൃത്തുക്കൾക്കും സാംസ്കാരിക നായകന്മാർക്കും SS നടന സഭയിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതവും ചെയ്യുന്നു. ശ്രീ സഹൃദയാനന്ദിനി സഭ, നടനസഭ, അതിൻ്റെ പ്രവർത്തകരിൽ പ്രധാനികളാണ് രക്ഷാധികാരിയായ വെട്ടത്ത് വ്യാസൻ, ചെയർമാനായിട്ടുള്ളത് ഡോക്ടർ ജയരാജ് മാധവൻ, സെക്രട്ടറി സൈജു രാജ് കടയ്ക്കാവൂർ, ഇതിൻ്റെ ഡയറക്ടർ കടയ്ക്കാവൂർ അജയ് ബോസ്, ഇതിൻ്റെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ നാടക നടനും സംവിധായകനുമൊക്കെയായ വലിയ പ്രതിഭ ശ്രീ പയ്യന്നൂർ മുരളി. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഒരു വലിയ സംരംഭമാണ് SS നടനസഭ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അന്വേഷണത്തിൽ ഇത്തരം ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെയുള്ള ഒരു പ്രോഗ്രാം, 100 ദിവസം നീണ്ടു നിൽക്കുന്ന മലയാളത്തിലെ നാടക കലാകാരന്മാരെ അനുസ്മരിക്കുന്ന, പലരെയും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദീർഘമായ പരിപാടി, അത് ഗംഭീരമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന SS നടനസഭയോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ആ കലാപ്രതിഭകളുടെ അനുസ്മരണങ്ങൾക്ക് ശേഷം കഥാപ്രസംഗകരാരും അന്ന് ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ ശ്രീ പയ്യന്നൂരിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധനായ സംഗീത കുലപതി, നാടക സംഗീതജ്ഞൻ ശ്രീ ആൽപി ഋഷികേശും ഒക്കെ ചേർന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കഥാപ്രസംഗകരും അവരെ ഉൾപ്പെടുത്തിക്കൂടാ? അതൊരു നല്ല ചിന്തയാണ്.
ഞാൻ എപ്പോഴും പറയാവുന്നൊരു കാര്യമാണ്, നാടകവും കഥാപ്രസംഗവും നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും മാതൃപിതൃ സ്ഥാനമാണ് നമ്മുടെ സമൂഹത്തിൽ കൽപ്പിച്ച് മലയാളം അംഗീകരിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ നാടകത്തോടും കഥാപ്രസംഗത്തോടും ആ വിയോജിപ്പ് ഇന്നും തുടരുകയാണ്. അത് നമുക്ക് ഓരോരുത്തരും, ഞാനും നിങ്ങളൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. ഈ കാലം നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ നിർണായകമായ സ്ഥാനം, അതിൻ്റെ പ്രവർത്തനം ഒക്കെ കാര്യക്ഷമതയോടുകൂടി നടത്തിയിട്ടുള്ള രണ്ട് കലാപ്രസ്ഥാനങ്ങളാണ്. പക്ഷെ പരിഗണന കിട്ടിയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ. നമുക്കെന്നാലും നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കഥാപ്രസംഗമായാലും നാടകമായാലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ ഒരു അനുകൂലമായ സാഹചര്യം നിലനിന്ന സാഹചര്യത്തിൽ, നാടകത്തിന് വേണ്ട പരിഗണന വന്ന ഒരു സാഹചര്യത്തിൽ ലോകമാകെ നിശബ്ദമാക്കിക്കൊണ്ടുള്ള ഈ രോഗത്തിൻ്റെ വരവ് നമ്മളെല്ലാം വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. ഇതിൽ ഫോൺ ആംഗിൾ കറക്റ്റല്ല, ഗംഭീരമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആംഗിളെല്ലാം കൃത്യമാണെങ്കിൽ അങ്ങനെ പറയണേ. പയ്യന്നൂർ പറയുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സന്തോഷം. ഏതായാലും നമുക്ക് ഒരുപാട് നാടക കലാകാരന്മാർ, പ്രഖ്യാതരായ ഒരുപാട് പേരെ അനുസ്മരിച്ചു കഴിഞ്ഞൊരു വേദിയാണിത്, ഓൺലൈൻ വേദി. കഥാപ്രസംഗകരിൽ ഏറ്റവും നിഷ്ണാതരായ വലിയ പ്രതിഭകൾ, കടാമംഗലടക്കം, അതുപോലെ സ്വാമി സത്യദേവൻ, PC എബ്രഹാം വന്നു, MP മന്മഥൻ, KK വാദ്യാർ, കടാമംഗല സദാനന്ദൻ സാർ അടക്കമുള്ള അംഗങ്ങളെല്ലാം, ഓച്ചിറ രാമചന്ദ്രൻ, കടക്കോട് വിശ്വംഭരൻ, ഇവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ ഒട്ടേറെ പേര് അതിൻ്റെ അനുസ്മരണ പ്രഭാഷണങ്ങളിൽ അവർ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇടക്കൊച്ചി പ്രഭാകരൻ്റെ ഊഴമാണ്. എന്നോട് ശ്രീ പയ്യന്നൂർ മുരളി, എൻ്റെ ആത്മമിത്രം, എൻ്റെ കുടുംബമിത്രം എന്നൊക്കെ പറയാവുന്ന എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ മുരളിയുമായിട്ട് അദ്ദേഹം എന്നെ ഈ SS നടന സഭയുടെ നാടക അനുസ്മരണം തുടങ്ങിയപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഓൺലൈനിലൂടെയുള്ള ഈ ലൈവ് പരിപാടിയെക്കുറിച്ച് എനിക്ക് വലിയ അത്രയ്ക്ക് പിടിയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ ഒന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ വരാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പയ്യന്നൂർ മുരളി അത് സമ്മതിച്ചു. അതിനുശേഷം അദ്ദേഹം കഥാപ്രസംഗത്തിൻ്റെ കൂടെ വന്നപ്പോഴേക്കും എന്നെ വിളിച്ചു, ആലപ്പി ഋഷികേശ് എന്നെ വിളിച്ചു. നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി അതൊക്കെ ആകാം എന്നെന്നോട് പറഞ്ഞു. ആ നിലയ്ക്ക് ഇന്ന് ഇടക്കൊച്ചി പ്രഭാകരൻ്റെ അനുസ്മരണം നടക്കുകയാണ്. എൻ്റെ അഭിവന്യനായ പിതാവ്, അത്യധികം സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഈ അനുസ്മരണം 3 അധ്യായങ്ങളിലൂടെ ഞാൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആരായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ? എന്തായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ? എങ്ങനെയായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ? ഈ 3 അധ്യായങ്ങളിലൂടെ നമുക്ക് ഈ അനുസ്മരണ പ്രഭാഷണം അങ്ങ് പരസ്പരം സമ്മതിച്ച് അങ്ങ് സമർപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇടക്കൊച്ചി പ്രഭാകരൻ കഥാപ്രസംഗ കുലപതികളിൽ ശ്രദ്ധേയരായ 3 പേരുണ്ട്. കടാമംഗലവും വി സാംബശിവനും ഇടക്കൊച്ചി പ്രഭാകരനും. ഈ മലയാളത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന പേരുകളല്ല ഇത്. അവരിൽ ആ സമശീർഷരായി നിന്നുകൊണ്ട്, കാഥികത്രയം എന്ന പേരിൽ നിന്നുകൊണ്ട് കഥ പറഞ്ഞ കാഥികരാണ് ഇവർ 3 പേരും. എന്തുകൊണ്ട് ഇവർ 3 പേരും എന്നൊരു ചോദ്യം സമൂഹത്തിന് മുമ്പിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം. കാലയളവിൻ്റെ അടുപ്പമാണ്. 1944 കടാമംഗലം രംഗവേദിയിൽ വരുന്നത്. 1949 വി സാംബശിവൻ രംഗവേദിയിലെത്തുന്നത്. 1950 ഇടക്കൊച്ചി പ്രഭാകരൻ രംഗവേദിയിലേക്ക് വരുന്നത്. അപ്പോൾ കൊല്ലം ബാബുവും ഓച്ചിറ രാമചന്ദ്രനും കടക്കോട് വിശ്വംഭരനൊന്നും ഈ കാഥികത്രയത്തിൽ ഉൾപ്പെടില്ലേ? തീർച്ചയായും അവരൊക്കെ ഉൾപ്പെടുന്നു. ഇവിടെ സ്ഥാനത്തിൻ്റെ അർത്ഥതലങ്ങളൊന്നുമില്ല. അവരൊക്കെ സ്ഥാനത്തിന് അർഹത തന്നെയാണ്. 58-59 കാലയളവിലാണ്, വളരെ വർഷങ്ങളുടെ ദൈർഘ്യത്തിലാണ് ഇവരെല്ലാം രംഗവേദിയിലേക്ക് വരുന്നത്. പക്ഷെ ജനകീയമായി നിന്നുകൊണ്ട് കഥ പറഞ്ഞ കഥാപ്രസംഗകൻ്റെ കൂട്ടത്തിൽ ഇടക്കൊച്ചി പ്രഭാകരൻ്റെ സ്ഥാനം നിശ്ചലമാണ്. ആർക്കും അങ്ങ് പെട്ടെന്നങ്ങ് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയല്ല. ഒരു കാവ്യാത്മകമായ കഥാപ്രസംഗത്തിൻ്റെ ഒരു സ്ഥിരത, അതിൻ്റെ ഒരു ആസ്വാദനം നമ്മൾ കടാമംഗലത്തിലൂടെ നടത്തുമ്പോൾ വശ്യമധുരമായ ശബ്ദഗരിമയോടെ, ആലാപന സൗകുമാര്യത്തോടെ, അഭിനയ വിദഗ്ധതയോടെ, നാടകീയ ക്രാഫ്റ്റിലൂടെ കഥാപ്രസംഗത്തെ ജനങ്ങൾക്ക് സമർപ്പിച്ച കാഥികനാണ് വി സാംബശിവൻ. ഇടക്കൊച്ചി പ്രഭാകരൻ ഇവരെ രണ്ടിടെയും ആവിഷ്കരണ ശൈലിയുമായി യാതൊരു ബന്ധമില്ല. അദ്ദേഹത്തിന് കരഗതമായിട്ടുള്ളത് അമ്മയിൽ നിന്ന് ലഭിച്ച സംഗീത ആലാപനം, അമ്മയിൽ നിന്ന് ലഭിച്ച പുരാണങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അവബോധം. മഹാഭാരതവും രാമായണവും ഒക്കെ വിശുദ്ധയാർന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട്, വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് അമ്മമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മമ്മയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്.
വലിയ പണ്ഡിതയാണ്. ഈ പുരാണ പാരായണങ്ങളിലൊക്കെ വലിയ പ്രാവീണ്യമുള്ള അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു പുരാണ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചന്ദനക്കുറിയും തേച്ച് ആ വലിയ തറവാടിൻ്റെ ഉയർന്ന ഒരു തറവാടാണ്, നല്ല തറപ്പൊക്കമുള്ള വീട്ടിൽ, ഓലമേഞ്ഞ വീട്ടിൽ, ആ വലിയ കട്ടിലാണ് അമ്മ ഇരുന്ന് പടിഞ്ഞാറേക്ക് നോക്കും. പടിഞ്ഞാറാണ് ഈ റോഡ് കിടക്കുന്നത്, തിരുവനന്തപുരം കാസർഗോഡ് കിടക്കുന്ന റോഡ്. അവിടെ ഇരുന്നാൽ അമ്മയ്ക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ ഇരുന്നാൽ നമുക്ക് കാണാം. ആ അമ്മമ്മയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പുരാണ പ്രാവീണ്യമൊക്കെ കരഗതമാകുന്നത്. പിന്നെ സംഗീതത്തിൻ്റെ ആലാപനം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു അമ്മാവനുണ്ട്, വാസുദേവൻ ഭാഗവതരുടെ കൈകളിൽ നിന്ന് സംഗീതം കുറച്ച് നേടിയെടുത്തു. പക്ഷെ എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷത്തിലേക്കൊന്ന് കയറിക്കോട്ടെ. അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണ്. അദ്ദേഹം വൈക്കം ചെമ്പ് സ്വദേശിയാണ്. കല്യാണം കഴിക്കുന്നത് ഇടക്കൊച്ചിയിൽ നിന്ന്. അമ്മയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്. ഇവരുടെ 5 മക്കളിൽ മധ്യമനാണ് ഇടക്കൊച്ചി പ്രഭാകരൻ. 5 മക്കളിൽ മധ്യമൻ. മൂത്തയാൾ ഭാസ്കരൻ, രണ്ടാമത്തെ ആൾ ദിവാകരൻ, മൂന്നാമത്തെ ആൾ പ്രഭാകരൻ. നോക്കൂ, എല്ലാം സൂര്യനാണ്. 4-മത്തെ ആൾ ബാഹുലയൻ, 5-മത്തെ ആൾ രാഘവൻ. 5 മക്കൾ. 5 മക്കളിൽ ഈ 3-മത്തെ മകൻ പഠിക്കുവാനും പാടുവാനും ഒക്കെ മിടുക്കനാണ്. 11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തൻ്റെ പിതാവിൻ്റെ മരണം സംഭവിക്കുന്നത്. അന്ന് പഠിക്കുന്നത് ഇടക്കൊച്ചി പ്രഭാകരൻ 4-ാം ക്ലാസ്സിലാണ്. തൊട്ടടുത്ത സെൻറ്റ് ലോറൻസ് സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയത്ത് ഒരു കുടിപ്പകയുടെ ഭാഗമായിട്ട് ഇടക്കൊച്ചിയിലുള്ള ചില ദുർബുദ്ധികളുടെ ചെയ്തികൾക്ക് വശംവദനായി പിതാവിൻ്റെ മരണം സംഭവിക്കുന്നു. വല്ലാത്ത ദുഃഖമായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ കുടുംബത്തിനും. ആ വീടിൻ്റെ അത്താണിയായി നിന്ന നാഥനാണ് നഷ്ടമായിരിക്കുന്നത്. ഒരു ബസ് കണ്ടക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. ആ തിരോധാനത്തോടെ അന്യാധീനം വന്നു എന്ന് പറയാം ഈ കുടുംബത്തിൻ്റെ സ്ഥിതി. പറക്കമുറ്റാത്ത ഈ 5 മക്കൾ, അമ്മ മാത്രമുണ്ട്. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതം മുന്നിൽ കണ്ട് കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ സഹായഹസ്തവുമായി ഈ മകൻ ഒരുങ്ങുകയാണ്. മറ്റു ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരും ചെറുകിട പണിയൊക്കെ ചെയ്ത് വീട് പോറ്റാനായിട്ടുള്ള ഔദ്ധത്യത്തോടെ അവർ മുന്നോട്ട് വന്നു. ഇടക്കൊച്ചി പ്രഭാകരൻ വിട്ടുമാറിയില്ല. ഇടക്കൊച്ചി പ്രഭാകരൻ്റെ വിദ്യാഭ്യാസം 4-ാം ക്ലാസ് 4.5 പാസ്സായി, പോകാനായിട്ട് നിർവാഹമില്ല. പഠനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ പഠനം നിർത്തുന്ന കാലയളവിൽ തന്നെയാണ് ആ കുടുംബത്തോടുള്ള ആഭിമുഖ്യം തോന്നിക്കൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ലോറൻസ് ബീമെൻഡസ് എന്നൊരു ലാൻഡ് ലോഡുണ്ട്. ഇത് ഇടക്കൊച്ചി മോസ്കോ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ് ഇടക്കൊച്ചി. ഉപദ്വീപാണ്. കൊച്ചി എന്ന വിശാലമായ ദേശം ലോകവ്യാപകമായി അറിയുമ്പോഴും ഇടക്കൊച്ചി ഉപദ്വീപാണ്. അങ്ങ് കിഴക്ക് വേമ്പനാട്ട് കായൽ, അപ്പുറത്ത് കൈതപ്പുഴ കായൽ, വടക്ക് ഭാഗത്ത് ഐലൻഡ്, പടിഞ്ഞാറ് കുമ്പളങ്ങി കായൽ കിടക്കുകയാണ്. അപ്പോൾ ചുറ്റും വെള്ളമാണ്. ഇവിടെ ശരിയായ കര രൂപാന്തരപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയുടെ വരവോടുകൂടിയാണ്. അന്ന് തിരുവനന്തപുരത്തേക്ക് പോകുവാൻ നമുക്ക് മാർഗമില്ല, ചങ്ങാടമാണ്. ഈ ഇടക്കൊച്ചി അരൂര് ചങ്ങാടമാണ്. അതിന് ജങ്കാർ സർവീസ് വരികയാണ്. അതോടുകൂടിയാണ് ഇടക്കൊച്ചി വിപുലമായ ഒരു അറിയിപ്പിലേക്ക് എത്തുന്നത്, പുറം ലോകം അറിയുന്നത്. പക്ഷെ പുറം ലോകം അറിയാനായിട്ടുള്ളൊരു കാരണക്കാരനാണ് ഇടക്കൊച്ചി പ്രഭാകരൻ എന്ന് നമുക്ക് ഭംഗ്യം തരണ പറയുക മാത്രമല്ല, കഥാപ്രസംഗത്തിൻ്റെ പ്രചരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പേര് രാജ്യം മുഴുവൻ പറയുന്നു. ഇടക്കൊച്ചിയുടെ പേര് പുറം ലോകം എത്തിയത് ഇടക്കൊച്ചി പ്രഭാകരനിലൂടെയാണ്. ആ ഇടക്കൊച്ചി പ്രഭാകരൻ അച്ഛൻ മരിച്ചതോടുകൂടി അദ്ദേഹത്തിന് ലഭിച്ച ഈ ജോലിയുണ്ടല്ലോ, റൊട്ടിക്കടയിലെ ജോലിയാണ്. റൊട്ടിക്കടയിൽ ജോലി. മെലിഞ്ഞ് കൃസഗാത്രനായ, ഒരുപാട് ചുരുണ്ട മുടിയുള്ള, വെളുത്ത് സുമുഖനായ ഈ മെലിഞ്ഞ ദേഹക്കാരൻ ആ ജോലി ഏറ്റെടുക്കുകയാണ്. കുറച്ച് പൈസ പ്രതിഫലമായി കിട്ടും. അയാൾ കുറച്ച് റൊട്ടിയും ബണ്ണും ഒക്കെ ശരിയാക്കി ഒരു വലിയ കൊട്ട അങ്ങ് തലയിലേറ്റു. ഈ കൊട്ടയും ചുമന്നുകൊണ്ട് ഇടക്കൊച്ചിയുടെ വീടാന്തരം ജംഗ്ഷനിലൊക്കെ തെരുവുകളിലൊക്കെ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ഈ റൊട്ടികൾ വിൽപ്പനയ്ക്ക് ഏറ്റവും കണ്ടെത്തിയൊരു മാർഗം എന്താണെന്നോ പ്രിയമുള്ളവരെ? പാട്ടാണ്. തനിക്ക് ദൈവകൃത്യ കിട്ടിയ തൻ്റെ ആലാപന സുഖം, ആ പാട്ട് അദ്ദേഹം ഭംഗിയായി ഓരോ ജംഗ്ഷനിൽ പോയി ആലപിക്കുകയാണ്. ഈ പാട്ട് കേൾക്കുമ്പോഴേക്കും ആളുകൾ ഓടിക്കൂടും. വളരെ വേഗത്തിൽ അദ്ദേഹം ഇതൊക്കെ അങ്ങ് വിറ്റ് തീർക്കുകയാണ്. ഈ റൊട്ടികൾ വിറ്റ് തീർത്തു കിട്ടിയ പൈസ വളരെ വേഗത്തിൽ കൊണ്ടുവന്ന് ഓണറെ ഏൽപ്പിക്കുകയോ അതിൻ്റെ വിഹിതം വാങ്ങി കഴിയുകയാണ്. അക്കാലത്ത് അദ്ദേഹത്തിന് ഈ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന അതേ കാലയളവിൽ ഒരു വൈദികൻ യാത്രാവേളയിൽ അച്ഛനെ കണ്ടുമുട്ടുന്നു. സെൻറ്റ് ലോറൻസ് പള്ളിയിലെ വികാരി, ഇന്ന് ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ലോറൻസ് പുളിയനത്തച്ഛൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സൈക്കിളിലാണ് സവാരി. ജാതി മത വർഗ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നല്ല വൈദികൻ.
അദ്ദേഹം അച്ഛനെ കാണുകയാണ്. അച്ഛൻ്റെ കുടുംബ വിശേഷങ്ങളൊക്കെ മുൻപേ അറിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോൾ പ്രഭാകര മേടയിലേക്ക് വരണം. മേടയിൽ ചെന്നു. റൊട്ടി എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കും എന്നാണ് അച്ഛൻ കരുതിയത്. അതൊന്നുമല്ല, റൊട്ടിയുടെ ആവശ്യമല്ല. പക്ഷെ അദ്ദേഹം റൊട്ടി വാങ്ങി അതിന് പൈസയും കൊടുത്തു. അതിനുശേഷം ആവശ്യപ്പെടുന്നു, നീ വലിയ പാട്ടുകാരനാണെന്ന് കേട്ടല്ലോ, നിൻ്റെ പാട്ട് ഒന്ന് കേട്ടാൽ കൊള്ളാം. ഇരുന്ന് പാടുകയാണ്. അന്നത്തെ തമിഴ് ഗാനം, അന്നത്തെ ഹിന്ദി ഗാനം, അന്നത്തെ മലയാള സിനിമയിലെ ഗാനങ്ങൾ, ഏതെങ്കിലും നാടകപ്പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത്തരം പാട്ടുകളങ്ങ് പാടി അച്ഛന് വലിയ ഇഷ്ടമായി. അച്ഛൻ ഉടൻ തന്നെ തൻ്റെ ലൈബ്രറിയിൽ നിന്നും മഗ്ദലന മറിയം പുസ്തകം അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഈ പുസ്തകം ഏൽപ്പിച്ച ലോഹയിൽ കൈയിട്ടുകൊണ്ട് 13 രൂപയും കൊടുത്തു പറഞ്ഞു, നീ ലോകമറിയുന്ന വലിയ പ്രതിഭയായിത്തീരും, നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹം അച്ഛന് ഗുണകരമായി. ആദ്യം കിട്ടിയ പ്രതിഫലമായി തന്നെ ആ തുക 13 രൂപ സ്വീകരിച്ചു. അങ്ങനെ അച്ഛൻ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ ഇടയിലേക്ക് പെടുകയാണ്. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ. കൊച്ചിയുടെ കോർപ്പറേഷൻ മേയറായിരുന്ന EK നാരായണൻ എന്ന സഖാവിനെ കുറിച്ച് അറിയാമല്ലോ. തലിക്ക് വില പറഞ്ഞ P ഗംഗാധരൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ചരിത്രം പറയുന്നുണ്ട് ഇവരെക്കുറിച്ച്. MA സദാനന്ദൻ എന്നൊരു സഖാവുണ്ട്. ഇടക്കൊച്ചിയിൽ തന്നെ PN പുരുഷോത്തമൻ, അതുപോലെ തന്നെ MK സുബ്രഹ്മണ്യൻ, AK പുരുഷൻ, ഇങ്ങനെ കുറേ സഹവാസം അച്ഛനുണ്ടാവുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടക്കുന്നതിനിടയിൽ കലാപരിപാടികളൊക്കെ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇവർ പോവുകയും ചെയ്യും. അക്കൂട്ടത്തിൽ സ്വാമി സത്യദേവൻ്റെ കഥാപ്രസംഗം എപ്പോഴോ ഒരിക്കൽ തേവര ക്ഷേത്രത്തിൽ വെച്ച് കേൾക്കാനിടയായി എന്ന് അച്ഛൻ എന്നോട് പറയുന്നു. KK വാദ്യാരുടെ കഥ കേട്ടിട്ടുണ്ട്. നമ്മുടെ കെടാമംഗല സദാനന്ദ സാറിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. തിരുവല്ല KG കേശവ പണിക്കരുടെ കഥ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുടെ കഥയെല്ലാം കേട്ട് ഈ പാട്ടും മാത്രം തനിക്ക് സംസാരശേഷിക്കുള്ളത് പുരാണ പാരായണങ്ങളും അമ്മ പറഞ്ഞ കഥ പ്രത്യേകതകളും മാത്രമുള്ള ഈ പ്രഭാകരൻ എന്ന കൊച്ചു കലാകാരൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇടക്കൊച്ചിയിൽ ഒരു ദുര്യോഗം സംഭവിക്കുന്നത്. അന്ന് ഭൂവുടമയും അടിയാളന്മാരുമായിട്ട് സംഘർഷം നിലനിൽക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. ആ സംഘർഷം എന്താണെന്ന് വെച്ചാൽ തൊഴിൽ തർക്കമാണ്. ഈ തൊഴിൽ തർക്കമുണ്ട്, കുടികിടപ്പ് സമരങ്ങളുണ്ട്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പ്രിയരെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഒരു കുടിയാൻ മരിക്കുകയാണ്. ഒരു ദിവസം രോഗബാധിതനായി മരിച്ചതാണ്. ഈ കുടിയാൻ മരിച്ചപ്പോഴേക്കും മൃതദേഹം അടക്കം ചെയ്യാൻ ആ സ്ഥലത്ത് അടക്കം ചെയ്യാൻ ഈ ഭൂവുടമ സമ്മതിച്ചില്ല. ഭൂവുടമ സമ്മതിക്കാതെ വന്നപ്പോഴേക്കും മൃതദേഹം അടക്കം ചെയ്തല്ലേ പറ്റൂ. എന്താ മാർഗം? എല്ലാവരും നിസ്തന്ധരായി നിൽക്കുകയാണ്. ഒരു പരിഹാരവുമില്ല. മൃതദേഹം അടക്കം ചെയ്യണ്ടേ? മനുഷ്യന് മൂക്ക് തുറന്ന് ശ്വസിക്കണമെങ്കിൽ മരിച്ചവനെ മറവ് ചെയ്തേ പറ്റൂ. എന്തു ചെയ്യും? ഒടുവിൽ ജനങ്ങൾ അങ്ങ് കൂടി ഈ മൃതദേഹം പെട്രോൾ ഒഴിച്ചങ്ങ് കത്തിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഭൂവുടമ ഗുണ്ടകളുമായി എത്തി വലിയ സംഘർഷം നടക്കുകയാണ്. അടിയും ബഹളമൊക്കെയായി ഈ ഭൂവുടമയെയും ഗുണ്ടകളെയും കൂടിയ കമ്മ്യൂണിസ്റ്റുകളെല്ലാം തല്ലി ഓടിക്കുന്നു. ആ പ്രതിരോധ സമരത്തിൽ, പ്രതിഷേധ യോഗം നടന്ന സമ്മേളനത്തിൽ പാട്ടുകാരനായിട്ട് വേദി പങ്കിടുകയാണ് ഇടക്കൊച്ചി പ്രഭാകരൻ. രാഷ്ട്രീയ വേദികളിലെ പാട്ടുകാരനായി. അങ്ങനെ കഥാപ്രസംഗം കേട്ട പരിചയമെല്ലാം വെച്ചുകൊണ്ട് 1950 ഡിസംബർ 26 അദ്ദേഹം ആദ്യത്തെ കഥ പറയുകയാണ്. പ്രൊഫസർ ആനന്ദക്കുട്ടൻ്റെ പാപത്തിൻ്റെ പണ്ടം എന്നാണ് കഥയുടെ പേര്. നിൽക്കണേ ദൈവത്തെയോർത്തച്ഛനെ കാണാം വെമ്പും ഇക്കുഞ്ഞിൻ മുഖത്തേക്കാ നേത്രമൊന്നയക്കണേ, എന്നെ വിസ്മരിച്ചേക്കൂ നാരിയായി പിറന്ന ഞാൻ എന്നും ഈ അഴലിൻ്റെ ചൂളയിൽ ദഹിക്കണോ. ഒരു ധനാഠ്യൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്ന ഒരു പട്ടിണിക്കാരിയായ ആ സ്ത്രീ, അവൾ അവിശുദ്ധ ഗർഭം ധരിക്കുകയാണ്. ബ്രേക്കായെന്ന് തോന്നണല്ലേ? കിട്ടുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് ബ്രേക്കായ പോലെ തോന്നി. ഞാൻ തുടരുകയാണ്. അങ്ങനെ ആ ആദ്യത്തെ കഥ ശ്രീ കൊച്ചിൻ ബാബു, സൂരജ് ഒക്കെ വന്നിട്ടുണ്ട്. ജോർജ് കൊണ്ടോടി, ഞാൻ എല്ലാവരെയും കാണുന്നു, സന്തോഷമുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത് കേട്ടോ, ഒന്ന് തോന്നരുതേ. ബെന്നി വർഗീസ് നമസ്കാരം. കൊച്ചിൻ ബാബു എല്ലാം വന്നിട്ടുണ്ട് മെസ്സേജൊക്കെ ആയിട്ട്, എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ കഥ അങ്ങ് അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ കഥയാണ്. അതിൻ്റെ അവസാനം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ധനാഠ്യൻ്റെ മുന്നിൽ അപമാനിതയായി ഈ പെണ്ണ് കൊണ്ടുപോയി കുഞ്ഞിനെ സമർപ്പിക്കുകയാണിത്. നിങ്ങളുടെ കുട്ടിയാണ്, ഈ കുഞ്ഞിനെ സംരക്ഷിക്കണം, ഞാൻ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഈ സ്ത്രീ.
ഈ നിർധനയായ ഈ സ്ത്രീ ആ കുഞ്ഞിനെ സമർപ്പിച്ചപ്പോഴേക്ക് ധനാഠ്യൻ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അയാൾ ഈ കുഞ്ഞിനെ ആ കടൽ തീരത്തിട്ടേ ഈ കുഞ്ഞിൻ്റെ പിതൃത്വം ഏൽക്കാൻ എനിക്ക് വയ്യ, ആ കുഞ്ഞിനെ ചവിട്ടുന്നു. ഊക്കോടെ ഒരു ചവിട്ട്, ബലൂൺ പൊട്ടുന്ന ശബ്ദം. ഇതൊക്കെ അന്ന് രംഗാവിഷ്കാരത്തിന് ഈ കൊച്ചു പ്രഭാകരൻ കഥാപ്രസംഗം കേട്ട പരിചയമുള്ള കൊച്ചു പ്രഭാകരൻ അന്ന് ഗംഭീരമായി അവതരിപ്പിക്കുകയാണ്. അവസാനം ഈ മരിച്ച കുഞ്ഞ് ആ കൊടുമാല പുറത്തിയാടി ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് ചുടച്ചി കടലിലേക്ക് വലിച്ചെറിയുന്ന ആ രംഗം. എന്നിട്ട് സമനില തെറ്റിപ്പോയി ഈ ധനാട്യൻ്റെ. എന്നിട്ട് പാടുന്നൊരു പാട്ടുണ്ട്, വിളിച്ചോ വിളിച്ചോ നിങ്ങളെന്നെ വിളിച്ചോ, വരാമെൻ്റെ കുഞ്ഞിന് തരാമെങ്കിൽ തരാമെങ്കിൽ, വിളിച്ചോ വിളിച്ചോ നിങ്ങളെന്നെ വിളിച്ചോ, വരാമെൻ്റെ കുഞ്ഞിനെ തരാമെങ്കിൽ തരാമെങ്കിൽ തരാമെങ്കിൽ. പഴയ ഒരു ഹിന്ദി സിനിമാ ഗാനത്തിൻ്റെ ട്യൂണ് ഈ കഥയിൽ ചേർത്തുകൊണ്ട് അന്ന് കഥ പറയുകയായിരുന്നു. 1950 ഡിസംബർ 26 തുടങ്ങിയ ആ കഥാപ്രസംഗത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. എത്രയെത്ര കഥകളായിരുന്നു അദ്ദേഹം ജനഹൃദയങ്ങളിൽ എത്തിച്ചത്. അക്കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ആഭിമുഖ്യവും ആ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികതയും എല്ലാം ഒത്തൊരുമിച്ച് വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വായനാ ലോകം അങ്ങ് വർദ്ധിച്ചു. തനിക്ക് ലഭിച്ച 4ാം ക്ലാസ് പാണ്ഡിത്യമല്ല പിന്നീട് എടക്കൊച്ചു പ്രഭാകരന് അദ്ദേഹത്തിനുണ്ടായത്. തൊട്ടടുത്തുള്ള വായനശാല അദ്ദേഹം രാവിലെ പോയാൽ രാത്രി എങ്ങാനൊക്കെയാണ് വീട്ടിലെത്തുന്നത്. അത്രയും പുസ്തകങ്ങൾ, ചരിത്രത്തിൻ്റെയും ഒരു ലോകോത്തര അറിവിൻ്റെ ഉടമയായി തീർന്നു ഇടക്കൊച്ചു പ്രഭാകരൻ. ആശാനും ഉള്ളൂരും വള്ളത്തോളും പണ്ഡിറ്റ് കറുപ്പനും അന്നത്തെ കാവ്യശാഖയിലെ എല്ലാവരെയും അദ്ദേഹം സ്വായത്തമാക്കി. അവരുടെ കവിതകളൊക്കെ ഇത്ര കണ്ട് ഹൃദിസ്ഥമായ ഒരാൾ, അത്ഭുതം. കണ്ണ് കാണാത്തവന് അവന് ചില ശബ്ദം കേട്ടാൽ അറിയാം എന്ന് പറയുന്നില്ലേ, അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത ഈ വ്യക്തിക്ക് ഇത്രമാത്രം ക്യാച്ചിങ് പവർ അത് ദൈവം കൊടുത്തതാവാം. ഒരു പ്രോഗ്രാം കണ്ടാൽ അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്ത് പോരാനുള്ള ഒരു സവിശേഷ സിദ്ധി എടക്കൊച്ചു പ്രഭാകരന് ദൈവം കൊടുത്തതാവാം. എന്തൊക്കെയായാലും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അംഗമായി അദ്ദേഹം ആ 50 കാലയളവിലുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അംഗമായി ആ പ്രവർത്തനം ഈ സാരഥികളോടൊപ്പം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥ അങ്ങ് മുന്നേറുകയാണ്. ഇത് എടക്കൊച്ചി പ്രഭാകരൻ ആരായിരുന്നു? ഇതാണ് എടക്കൊച്ചി പ്രഭാകരൻ്റെ ജീവിത പശ്ചാത്തലം. ദയനീയതയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു കലാപ്രതിഭ. എനിക്കച്ഛനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്, മഴയിൽ, കോരിച്ചൊരിയുന്ന മഴയിൽ എനിക്ക് നടക്കാനാണ് ഇഷ്ടം. കാരണം എൻ്റെ കണ്ണീർ കണങ്ങൾ ജനം അറിയില്ല. അത് പറഞ്ഞത് എടക്കൊച്ചി പ്രഭാകരനല്ല, അത് പറഞ്ഞത് ചാർലി ചാപ്ലിനാണ്. നനഞ്ഞു കുതിർന്ന മഴയിൽ എനിക്ക് നടക്കാൻ ഇഷ്ടം, കാരണം എൻ്റെ കണ്ണീര് ജനം അറിയില്ല. ആ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് സഞ്ചരിച്ച ഈ കാഥികൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ഈ പാട്ടുകളും മറ്റുമൊക്കെ തെരുവോരങ്ങളിൽ പാടി തൻ്റെ സഹോദരങ്ങളെയും അമ്മയെയും പോറ്റിയ ഈ കലാകാരൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്തായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ? ആ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ പാലാ നന്ദകുമാർ, ഷാജി നവധാര, അതുപോലെ തന്നെ ഉണ്ണി ജയന്തൻ, അവരൊക്കെ അച്ഛൻ്റെ കഥ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇതിൽ എഴുതിയിരിക്കുകയാണ്. കുറേ പേര് അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയി, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ആ സ്പിരിറ്റിൽ തന്നെ അങ്ങ് പറഞ്ഞു പോവുകയായിരുന്നു. എന്തായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ? എടക്കൊച്ചി പ്രഭാകരൻ്റെ ഈ രാഷ്ട്രീയ ആവേശമുണ്ടല്ലോ, അതൊരു ഉശിരൻ ആവേശമായിരുന്നു. ഇപ്പോൾ കെടാമംഗലവും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, വി സാംബശിവൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ പല കാഥകരും, ഇവർ രണ്ടുപേരുമാണ്, ഓച്ചര രാമചന്ദ്രനൊക്കെ കാലങ്ങൾക്ക് ശേഷമാണ്. ഇവർ 3 പേര് ഭയങ്കരമായിട്ട് രാഷ്ട്രീയം പറഞ്ഞവരാണ്. പക്ഷെ അവരുടെ കഥയിൽ കഥാപരമായ ഒരു കഥയുണ്ടാകും, അതിലാണ് രാഷ്ട്രീയ സന്നിവേശം. എടക്കൊച്ചി പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു. എടക്കൊച്ചി പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായിരുന്നു, ചുവന്ന രാഷ്ട്രീയമായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ. ചുവപ്പ് മാത്രം പറയുക, ചെങ്കൊടി വെച്ച് സഞ്ചരിക്കുക, താൻ സഞ്ചരിക്കുന്ന കാറിൻ്റെ മുമ്പിൽ ചുവന്ന കൊടി കെട്ടിക്കൊണ്ട് എടക്കൊച്ചി പ്രഭാകരൻ എന്ന ബോർഡും വെച്ചുകൊണ്ട് ഉത്സവ വേദിയിലേക്ക് ചെല്ലുക. രാഷ്ട്രീയം, പച്ചയായ രാഷ്ട്രീയം പറയാൻ ഒരു മടിയും കൂടാതെ ധീരമായി നിന്ന്, പ്രതിബന്ധങ്ങൾ എന്തുണ്ടോ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ധീരമായി അദ്ദേഹം കഥ പറഞ്ഞിട്ടുണ്ട്. നടവാരിയെല്ലുന്തിയ കാള, പുരവാരി ചമച്ചൊരു മാടം, അഭയാർത്ഥികൾ മണ്ണിൻ്റെ മക്കൾ പഞ്ഞം കിടന്നേ,
നടവാരിയെല്ലുന്തിയ കാള പുരവാരി ചമച്ചൊരു മാടം അഭയാർത്ഥികൾ മണ്ണിൻ്റെ മക്കൾ പഞ്ഞം കിടന്നേ. ഇങ്ങനെ പട്ടിണിക്കാരൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, കർഷക തൊഴിലാളികളുടെ കഥ പറഞ്ഞ് ജനങ്ങളെ അങ്ങ് നെഞ്ചേറ്റിയ ഈ കലാകാരൻ പാട്ടിൽ, സംഗീതത്തിൽ അദ്വിതീയനായ കാഥികൻ തന്നെയായിരുന്നു. സദാനന്ദ സാറിനൊരു പ്രത്യേക ശൈലിയുണ്ട് പാട്ടിന്. സാംബശിവൻ സാറിന് അങ്ങനെ ഒരു ശൈലിയുണ്ട്. എടക്കൊച്ചി പ്രഭാകരന് സ്വായത്തമായ ഒരു ശൈലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വളരെ വേറിട്ടൊരു രീതി തന്നെയായിരുന്നു. മെലിഞ്ഞ് ഈ കൃശമുള്ള ഈ ശരീരം, അത് നല്ല വെളുത്ത് സുമുഖനായ നല്ല ചുരുണ്ട മുടിയോടുകൂടി അംഗവിക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അവതരണത്തിലൊക്കെയുള്ള ആ തീവ്രമായ കാര്യങ്ങളിലെ ഒരു ഉശിരൻ രീതി, ഈ ഉശിരൻ രീതി ഇപ്പോഴും മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് മകനെന്ന നിലയിൽ എന്നെ പ്രചോദിപ്പിക്കാൻ രാവിലെ എന്നെ വിളിക്കുന്ന ഒരു മാന്യദേഹത്തെ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതായി വരുന്നു. മറ്റാരുമല്ലാതെ നമ്മുടെ നാടക കുലപതി കലാരത്ന KM ധർമ്മൻ ചേട്ടൻ. എൻ്റെ അച്ഛൻ്റെ ആത്മമിത്രമാണ്. ഈ 50 കാലയളവിൽ തന്നെ ഉള്ള സൗഹൃദം ഇവരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ കഥാപ്രസംഗത്തിൻ്റെ പാട്ട് അതൊരു ഉശിരാണ്. അദ്ദേഹത്തിൻ്റെ ചില പദങ്ങൾ, പദധോരണികൾ അതൊക്കെ ഉശിരാണ്. ആ ഇരിക്കുന്ന സദസ്സിൽ അവരെല്ലാം ആഹ്ലാദിപ്പിക്കുക മാത്രമല്ല ആവേശഭരിതരാക്കുന്നൊരു കഥാവതരണ രീതി എടക്കൊച്ചി പ്രഭാകരനുണ്ടായിരുന്നു. ആ ഉശിര് കിട്ടിയിട്ടുള്ള ഒരാൾ എൻ്റെ മനസ്സിലുള്ളത് മറ്റൊരാൾ സഖാവ് PJ ആൻ്റണി മാത്രമാണ്. ഭരത് PJ ആൻ്റണി മാത്രമാണെന്നാണ് ധർമ്മൻ ചേട്ടൻ എന്നോട് പറയാറ്. എനിക്കറിയാം അച്ഛന് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം എന്തൊക്കെ പാട്ടുകളാണ് പാടുന്നത്. അന്നത്തെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായിട്ടുള്ള കഥകൾ, അത്തരത്തിലുള്ള കഥകൾ എടുക്കുകയാണ്. ഇപ്പോൾ 53-ലാണ് മട്ടാഞ്ചേരി കലാപം നടക്കുന്നത്. നോക്കൂ, കഥ പറഞ്ഞത് 50-ൽ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. 51-ൽ മഗ്ദലന മറിയം പറയുന്നു, 52-ൽ ദുരവസ്ഥ, ആശാൻ്റെ ദുരവസ്ഥ പറയുന്നു, 53-ലാണ് സെയ്ദാലി സംഭവം, മട്ടാഞ്ചേരി വെടിവെപ്പ്. ആ കലാപം നടന്നപ്പോഴേക്കും വേറെ കഥ അന്വേഷിച്ചില്ല എടക്കൊച്ചി പ്രഭാകരൻ. ചെന്ന് സെയ്ദാലിയുടെയും ആൻ്റണിയുടെയും വെടിവെച്ച് അന്നത്തെ പോലീസുകാർ പാപ്പാളി പീപ്പിളി ഊതി പരക്കത്തല്ലി എന്ന പാട്ടൊക്കെ ചേർത്തുകൊണ്ട് ആ കഥ പറയാണ്. സെയ്ദാലി, അതാണ് കഥയുടെ പേര്. സെയ്ദാലിയുടെ അമ്മ ഈ മച്ചുവ തൊഴിലാളിയായിരുന്നു സെയ്തു അത് തന്നെ. അപ്പോൾ മക്കൾ വെടിയേറ്റ് മരിച്ചപ്പോഴേക്കും നിരാധാരിയായ, മക്കൾ നഷ്ടപ്പെട്ട, ജീവിതം അസ്തമിച്ചു പോയ ആ അമ്മ തെരുവോരത്തുനിന്ന് പാടുന്ന ഒരു ദുഃഖഗാനമുണ്ട്. ആ പാട്ട് ഞാൻ ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാൻ കഴിയുന്ന, ശ്രദ്ധിക്കാൻ കഴിയുന്ന, ശ്രദ്ധ വയ്ക്കേണ്ട ഒരു ഗാനമാണ്. കൊച്ചി മട്ടാഞ്ചേരിയിലെ കൊച്ചു കോണിയിലെങ്ങും കൽബ് നീറി നൊന്തിടുന്നോൻ്റുമ്മയാണ് ഞാനേ. മച്ചുവ വലിച്ചുകൊണ്ടാണ് ഈ കഥ രംഗത്തച്ഛൻ അവതരിപ്പിക്കുന്നത്. കൊച്ചി മട്ടാഞ്ചേരിയിലെ കൊച്ചു കോണിയിലെങ്ങും കൽബ് നീറി നൊന്തിടുന്നോൻ്റുമ്മയാണ് ഞാനേ. അന്തിയോളം നൊന്ത് വേല ചെയ്ത് നീറി കഞ്ഞി കാച്ചാൻ കാശു തന്നോൻ്റുമ്മയാണ് ഞാനേ. സെയ്ദാലി സിന്ദാബാദ്. ഇത് വേദിയിൽ നിന്ന് വിളിക്കുകയാണ്. ആര് ഇങ്ങനെ പച്ചയായി നിന്ന് രാഷ്ട്രീയം പറഞ്ഞ് ഇത്തരത്തിലൊരു അവതരണം നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഈ 2 പേരല്ലാതെ വേറെ ആരെയും എനിക്ക് കാണിക്കാൻ കഴിയില്ല. മറ്റൊരാൾ ഞാൻ പറയുന്നു, ഓച്ചിറ രാമീന്ദ്രനും ധീരമായി കമ്മ്യൂണിസം തന്നെ നിന്ന് വേദിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ തലമുറയിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ പ്രസിഡന്റ് ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ട്. അയിലം ഉണ്ണികൃഷ്ണൻ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന കാഥികനാണ്. ഇതുപോലെ രാഷ്ട്രീയ സ്പർശമുള്ള കാഥികനാണ്. അദ്ദേഹമൊക്കെ ധീരമായി കഥ പറയുന്നു. ഒരുപാട് വ്യത്യസ്തമായ കഥകൾ അവതരിപ്പിച്ച അദ്ദേഹം ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ബാബുരാജ് സുരേന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. ഇത് 53-ൽ അച്ഛൻ അവതരിപ്പിച്ച കഥയാണ്. 53-ൽ ഈ കഥ അവതരിപ്പിക്കുന്ന കാലയളവിൽ മറ്റൊരു രാഷ്ട്രീയ സംഭവം ഉണ്ടാകുന്നത് അത് എരൂർ കോഴിവെട്ടുംവിളി എന്ന സ്ഥലത്താണ്. കമ്മ്യൂണിസം തന്നെയാണല്ലോ ഈ ചുവന്ന കൊടി വെച്ചിട്ട് സഞ്ചരിക്കുകയല്ലേ. ഒരുപാട് പാർട്ടി വേദികളുണ്ട്. പാർട്ടിയെ നിലനിർത്തുക എന്ന ഒരു ആശയഗതിയാണല്ലോ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കൊക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗമായി കോഴിവെട്ടുംവിളി എന്ന സ്ഥലത്ത് കഥ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു സഖാവ് ഒന്ന് വിളിക്കുക, പ്രഭാകർ സഖാവേ തിരിഞ്ഞു നോക്കി
ഒരു ഒരു സാധാരണക്കാരൻ രഹസ്യമായൊരു കാര്യം പറയാറുണ്ട്, വിളിച്ചുകൊണ്ട് പോയി. എന്താണ്? ഒരു കയ്യെഴുത്ത് പ്രതി ഏൽപ്പിക്കാൻ സഖാവ് TK തന്നയച്ച TK രാമകൃഷ്ണൻ, അദ്ദേഹം പൊതുവേദിയിലേക്ക് വരാൻ പറ്റില്ല, ഒളിവിലാണ് കേസിൻ്റെ ഭാഗമായിട്ട്. ഈ കഥ അങ്ങ് കഥാപ്രസംഗമാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയുണ്ട്. എതിരെന്ന് പറഞ്ഞില്ല, ആ കഥ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെയാണ് കരിങ്കൽ തൊഴിലാളികളുടെ കഥ തെരുവ് പുത്രി എന്ന പേരിൽ അദ്ദേഹം കഥയായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ കഥ അതായി. പൊൻകുന്നം ദാമോദരൻ്റെ രക്തരേഖകൾ എന്ന രാഷ്ട്രീയ കഥ പറഞ്ഞിട്ടുണ്ട്. കാട്ടുമങ്ക എന്ന CS പരമേശ്വരൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. കെടാമംഗലം പപ്പുക്കുട്ടിയുടെ ഞങ്ങൾ ചോദിക്കുമെന്ന കഥ രാഷ്ട്രീയ കഥയാണ്. ഇതിനിടയിൽ ചണ്ടാല ഭിക്ഷുകി, ലീല, കരുണ, ഇതൊക്കെ ഇതിനിടയിലൊക്കെ പറയുന്നു. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത്തരം കഥകളൊക്കെ പറയുമ്പോഴേക്കും ഉപമകൾ, ഇവരുടെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കഥാനായികയെ വർണ്ണിക്കുവാൻ ശാകുന്തളം എന്ന കഥയിൽ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ അഭിജ്ഞാന ശാകുന്തളം, അത് മലയാളീകരിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിൽ നിന്ന് മലയാളീകരിച്ചെഴുതിയ ഒരു ഖണ്ഡകാവ്യമാണ് ഈ ശാകുന്തളം. അതിൽ അവതരിപ്പിക്കുന്ന നായികയെ അവതരിപ്പിക്കുമ്പോഴും ശകുന്തളയെ അവതരിപ്പിക്കുമ്പോഴേക്കും ഞാൻ ആ കവിത ഓർക്കുന്നില്ല. പാരം നീണ്ടുരുണ്ട കേശഭാരം കണ്ടുകൊണ്ട് കരിംകാറും വണ്ടുമിണ്ടൽ പൂണ്ട് കരഞ്ഞിടുന്നു ആകപ്പാടെ നല്ല നല്ല ശോകപ്പേടം മിഴിമാരും മോഹപ്പെടും ഇവളുടെ പൊന്മുഖം കണ്ടാൽ. പാരം നീണ്ടിരുണ്ട കേശഭാരം കൊണ്ടു കണ്ട് കരിംകാറും വണ്ടുമിണ്ടൽ പൂണ്ട് മറന്നിടുന്നു. ഈ നായികയെ വർണ്ണിച്ചല്ലോ. ഈ സമയത്ത് അന്നത്തെ ഈ കാഥികളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് പുതിയ തലമുറയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകത മറ്റൊന്നുമല്ല, ഈ നായികയെ ശകുന്തളയെ വർണ്ണിച്ച് അടുത്ത രംഗത്തേക്ക് കഥ പറഞ്ഞ് പോകാം. പക്ഷേ ഇവർ നേരെ ആശാൻ്റെ സാവിത്രി അന്തർജനത്തെ കയറ്റാൻ പറ്റുമെങ്കിൽ അതുകൊണ്ടൊരും, കരുണയിലെ വാസവദത്തെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതുകൊണ്ടൊരു, വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം പറ്റുമെങ്കിൽ ആ വർണ്ണന കൂടി ചേർത്ത് വരും. ഉള്ളൂരിൻ്റെ പിങ്കൾ ചേർക്കാൻ പറ്റുമെങ്കിൽ ഇത് ചേർക്കും. ഇതെല്ലാവരും അന്നത്തെ അത്രയ്ക്ക് പാണ്ഡിത്യമാണ്, കാവ്യപരമായ പഠനമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അവർ അത്തരത്തിൽ ഈ പഠന സവിശേഷത മുഴുവൻ ഈ സ്റ്റേജിൽ അങ്ങ് സമർപ്പിക്കും. അപ്പോൾ 2 മണിക്കൂറല്ല 5 മണിക്കൂറാണ് അന്നത്തെ കഥാപ്രസംഗം. അന്ന് വന്നിരിക്കുന്ന ആസ്വാദകന് അവനീ പുസ്തകമൊന്നും തേടിപ്പോകേണ്ട, അവന് അത്രമാത്രം അറിവാർജിക്കുവാൻ പറ്റിയൊരു വേദിയായി അവൻ കഥാപ്രസംഗത്തെ കണ്ടു. കഥാപ്രസംഗത്തിന് അന്ന് പ്രേക്ഷകരുണ്ടായി. മണ്ണിട്ടാൽ താഴാത്ത വിധം ഈ കഥാകാരന്മാരെ അവർ നെഞ്ചേറ്റുകയായിരുന്നു, ഓമനിക്കുകയായിരുന്നു. അവരുടെ പേരുകൾ ഇന്നും അവരുടെ എല്ലാം മനസ്സുകളിൽ സ്ഥാനം പിടിച്ചു നിൽക്കുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത പേരുകൾ ഏതൊക്കെയാണെന്ന് ഇതിനു മുൻപ് അനുസ്മരണത്തിലൂടെ വന്ന കാഥികരൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ശ്രീ വസന്തകുമാർ സാംബശിവൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ സാമ്പത് സാറിൻ്റെ തലമുറയിലെ അടുത്ത തലമുറയിലൊരു കാഥികനാണ്. എടക്കൊച്ചി പ്രഭാകരൻ്റെ അടുത്ത തലമുറയിലൊരു കാഥികനാണ് എടക്കൊച്ചി സലിംകുമാറും. എനിക്ക് പിന്നെയും ഒരു തലമുറ കൂടി വന്നു, എൻ്റെ മകൾ കാഥികയാണ്. അങ്ങനെ ഒരു 3 തലമുറ. അത് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ മറ്റു കുടുംബങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട് 3 കാഥികർക്കുള്ള കാഥിക കുടുംബങ്ങളുണ്ട്. പക്ഷേ 3 പേര് ഒരുമിച്ച് നിന്ന് കഥ പറയുക, അത് എടക്കൊച്ചി പ്രഭാകരൻ്റെ വീട്ടിൽ കിട്ടിയൊരു സൗഭാഗ്യമാണ് കേട്ടോ. ആ വിശേഷത്തിലേക്കൊക്കെ വരാം. ഞാൻ വസന്തനെ കണ്ടപ്പോഴേക്കും ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് കാണാനായിട്ടുള്ള സമയം മാറ്റിവെച്ചതിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ഈ യാത്രയിൽ TKയുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. 57 അവതരിപ്പിച്ച കഥ സംഭവബഹുലമാണ്. എന്താണ് 57ൻ്റെ പ്രത്യേകത? ഈ രാഷ്ട്രീയ ജ്വരം അങ്ങ് തലയിൽ കയറി കമ്മ്യൂണിസ്റ്റായിട്ട് നടക്കുകയല്ലേ അദ്ദേഹം. ആ നടപ്പിൽ കഥ എടുത്തത് പുതുശ്ശേരിയുടെ പുന്നപ്ര വയലാർ എന്ന കഥയാണ്. പുന്നപ്ര വയലാർ 46-ലെ ആ കലാപം, എത്രയെത്ര ലക്ഷങ്ങളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് CPയുടെ കിരാതഭരണത്തിനിരയായി വെടിയേറ്റ് മരിച്ചത്. ആ സഖാക്കളുടെ ധീരസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുന്നപ്ര വയലാർ അവതരിപ്പിക്കുകയായിരുന്നു. അന്ന് പാടിയൊരു പാട്ടുണ്ട്. സഖാവ് EMS മുഖ്യമന്ത്രിയായിട്ട് അവരോധിതനായിരിക്കുന്നു. ഏപ്രിൽ 5-ാം തീയതി അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തപ്പോഴേക്കും അതിനു മുൻപുള്ള ഭരണസമിതിയിൽ പോലീസുകാർ വിളിച്ചു പറയുന്നൊരു പാട്ടുണ്ട്. വഴിവിട്ടു മാറടാ മന്ത്രി വരുന്നടാ, കഴിവേറി മക്കളെ കണ്ടുകൂടെ, കൊടിയില്ലാത്തെന്തടാ തോരണമാലകൾ കൊടിനാട്ടി നീട്ടി വലിച്ചുകെട്ടിൽ. വഴിവിട്ടു മാറടാ മന്ത്രി വരുന്നടാ, കഴിവേറി മക്കളെ കണ്ടുകൂടെ.
EMS മന്ത്രിസഭയ്ക്ക് മുമ്പുള്ള ഭരണമുണ്ടായിരുന്നപ്പോൾ അവരുടെ മന്ത്രി വരുമ്പോഴേക്കും പോലീസുകാർ വിളിച്ചു പറയുന്നതാണ്. പക്ഷേ 57 ഏപ്രിൽ 5-ാം തീയതി സ്ഥാനാരോഹിതനായിരിക്കുന്നു, സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നു സഖാവ് ഏലംകുളത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട്. കുടയില്ല, വടിയില്ല, പോലീസ് വാനില്ല, ഉടനെത്തും പുതിയൊരു മുഖ്യമന്ത്രി. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉയർവിളികളാണ്, ഗാരവമാണ് അവിടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ യാത്രയിൽ രാഷ്ട്രീയം അങ്ങ് സ്പർശിച്ചു നിന്നു. ഈ പുന്നപ്പുറ വയലാർ എന്ന കഥയ്ക്ക് ശേഷമുള്ള ഒട്ടേറെ ശ്രദ്ധേയങ്ങളായ കഥകൾ അദ്ദേഹം പറഞ്ഞു. ഈ കാലയളവിലുള്ള പശ്ചാത്തല വിഭാഗത്തെയെല്ലാം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, കാരണം എന്തായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ എന്ന് പറയുമ്പോൾ അവരെ കൂടി സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. അത് ബാപ്പുട്ടി ഭാഗവതർ, അദ്ദേഹമായിരുന്നു അച്ഛൻ്റെ കൂട്ടത്തിൽ ആദ്യമായി ചവിട്ട് ഹാർമോണിയം വായിച്ചിരുന്നത്. ഒരു വേലായുധനാശാൻ മൃദംഗക്കാരനുണ്ടായിരുന്നു. അന്ന് ബുൾബുൾ വായിക്കുന്ന ഇവിടെ തൊട്ടടുത്തുള്ളൊരു പാപ്പുക്കുട്ടിയാണ് ബുൾബുൾ വായിക്കുവാൻ. അന്ന് താമ്പിരിനിലെ ചപ്പളാങ്കട്ടയാണ്. ഈ ചപ്പളാങ്കട്ടയിലുള്ള അനിതര സാധാരണമായ ഒരു മേള പ്രകടനം, അതെനിക്ക് തോന്നുന്നു മറ്റവർക്ക് രണ്ടുപേർക്കും അത്ര കണ്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അത്രമാത്രം അത് അച്ഛൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ശ്രീ സൈഫുദ്ദീൻ ഇപ്പോൾ ഇതിലുണ്ട്, ഇത് കാണുന്നുണ്ട്. അച്ഛൻ്റെ അത്രയ്ക്ക് വേഗതയാണ്, താളത്തിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ തളർന്ന ഒരു രീതിയൊന്നും ഇല്ല അദ്ദേഹത്തിന്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡബിൾ സ്പീഡിൽ ഇങ്ങനെ കിടക്കും. അതിങ്ങനെ ചപ്പളാങ്കട്ടയിൽ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ഇവർ പോകണം. അന്ന് മൃദംഗം. നെക്സ്റ്റ് ഈ 50കൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വരുന്ന ഹാർമോണിസ്റ്റൊക്കെ മാറുകയാണ്, ചവിട്ട് ഹാർമോണിയം മാറുകയാണ്. AD പുരം ഭാസി എന്ന അർജുന മാഷിൻ്റെ ശിഷ്യൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ വരവ്. KPSC തങ്കപ്പൻ വരികയാണ്. ക്ലാരൻറ്റ് വായിക്കാൻ പറവൂരിലുള്ളൊരു ആൻ്റണി ചേട്ടൻ വരികയാണ്. അന്ന് വയലിൻ വായിക്കുന്ന ഒരു സേവറി ഏട്ടനാണ്. ഇങ്ങനെയുള്ള ജാനി ഖാൻ ബുൾബുൾ വായിക്കാനുണ്ട്. നമ്മുടെ സീന പള്ളിക്കരയുടെ അമ്മായി അച്ഛനാണ് നമ്മുടെ ഈ പറഞ്ഞ ജാനി ഖാൻ. ജാനി മാഷ് എന്ന് വിളിക്കും. കുറേ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. സാംബശിവൻ സാറിൻ്റെ കൂട്ടത്തിലും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർക്കസ്ട്ര സിറ്റുവേഷൻ ശരിയായ രീതിയിൽ ഇത് കഥാപ്രസംഗത്തിന് ഒരു പുതിയ ആസ്വാദന തലവും ഓർക്കസ്ട്ര വേണം, റീറെക്കോർഡിങ് വേണം എന്നൊക്കെ വന്നപ്പോഴേക്കും അച്ഛൻ്റെ ഓർക്കസ്ട്ര നമ്മുടെ AD പുരം ഭാസി എന്ന നാടക സമിതിയിലേക്ക് പോവുകയാണ്. വൈക്കം മാളവയിലേക്ക് പോകുന്നു, അതിൻ്റെ പിന്നിലിരുന്ന് വായിക്കുവാൻ. പക്ഷേ അന്ന് കുമ്പളം വിജയൻ എന്ന് പറയുന്നൊരു ഹാർമോണിസ്റ്റ് വരുന്നു, തബല വായിക്കാൻ രാജപ്പൻ വരുന്നു, ഗിത്താർ വായിക്കാൻ സൈഫുദ്ദീൻ വരുന്നു, റോമി എന്ന് പറയുന്ന കൊച്ചിയിലെ ശ്രദ്ധേയനായ ഒരു വയലിനിസ്റ്റ് അദ്ദേഹം വരുന്നു, ക്ലാരൻറ്റ് വായിക്കാൻ നെൽസൺ വരുന്നു. നല്ല യങ് ഓർക്കസ്ട്ര. അവരെ വെച്ചുകൊണ്ടുള്ള മാന്ത്രിക സ്പർശമുള്ള ഒരു ഓർക്കസ്ട്ര സഹവാസത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കഥകൾ. ആ കഥയിൽ ഹേമ എന്ന കഥയ്ക്ക് ഇവരല്ല, ഹേമയ്ക്ക് AD പുരം ഭാസിയാണ്. ഈ ഹേമ എന്ന കഥ ഒരു പ്രത്യേകതയുള്ള കഥയായിരുന്നു. അച്ഛനെ കുറേ കൂടിയൊക്കെ രാഷ്ട്രീയത്തിൽ അപ്പുറമുള്ള ഒരു സോഷ്യൽ കഥ, ഒരു സാമൂഹിക കഥ, ഒരു പ്രണയ കഥ പറഞ്ഞ് അച്ഛനെ ആകർഷിച്ചൊരു കഥയാണ് ഹേമ. ഹേമ ഒരു ഇംഗ്ലീഷ് കഥയാണ്. ലോർഡ് ടെന്നിസൻ്റെ ഈനക് ആഡൻ എന്നാണ് ആ കഥയുടെ പേര്. ഈ കഥ മലയാളീകരിച്ചുകൊണ്ട് 56 അവതരിപ്പിക്കപ്പെട്ട കഥയാണ്. മലയാളീകരിച്ച് എന്ന് പറഞ്ഞാൽ അതിലെ കഥാപാത്രം ശങ്കരൻ, സോമൻ, ഹേമ. അവിടെയാണ് സാംബശിവൻ സാറിൻ്റെ ആ ബഹുമാന്യത ഉയർന്നു നിൽക്കുന്നത്. 63 അദ്ദേഹം പറഞ്ഞ കഥ അതേ പശ്ചാത്തലത്തിൽ, ഏത് രാജ്യത്താണോ നടക്കുന്നത് ആ പശ്ചാത്തലം, ഏത് കഥാപാത്രമാണോ അവരുടെ പേര്, ആ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനു മുൻപേ കഥാപ്രസംഗത്തിൻ്റെ മലയാള ഒരു രൂപത്തിൽ വിദ്വാൻ ചേർത്തലയിലുള്ളതാണ്, വിദ്വാൻ വേലുപ്പിള്ള അദ്ദേഹമാണത് അച്ഛനെ ആവിഷ്കരിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഹേമ എന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പിന്നീടുള്ള ഇപ്പോൾ എൻ്റെ എല്ലാം ഓർമ്മ വരുമ്പോഴേക്കും എനിക്ക് തെരുവുപുത്രി, ഹേമ, ഇതൊക്കെ പാട്ടുകളൊക്കെ നന്നായിട്ട് അറിയാം. അച്ഛൻ്റേതായിട്ടുള്ള ദുരിതപൂർണമായി ഈ രാഷ്ട്രീയ കഥാപ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ചെറിയ കുറവ് സംഭവിക്കാറുണ്ട്. പക്ഷേ കണക്ക് പറയാറില്ല. കാരണം സഖാക്കളെല്ലാം കഥ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്രൗണ്ടിലേക്ക് പാട്ട് കിലുക്കി അങ്ങ് നടക്കും. കാഥികന് കൊടുക്കാനാണ്. വേഗം തന്നെ നാണയത്തൊട്ടുകൾ അങ്ങ് ഇടുകയാണ്. ആ നാണയത്തൊട്ടുകളുടെ ഒരു വരവ് എണ്ണിയ കൂട്ടത്തിൽ എൻ്റെ കൊച്ചു കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ട കൊണ്ടൊന്ന് വീടിൻ്റെ വാതിക്കൽ കൊളുത്തി വെച്ച് അച്ഛൻ അതെല്ലാം ഇങ്ങനെ തിരിച്ചെണ്ണി 10 പൈസയും 3 പൈസ, ഒറ്റ കാശ്, ഇങ്ങനെയുള്ള പൈസകളൊക്കെ എണ്ണുന്നത് അതേ ഉള്ളൂ, സഖാവ് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എതിര് പറയാറില്ല. അതൊരു നല്ല അനുഭവമായിട്ട് ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് വന്നപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് എൻ്റെ അച്ഛൻ. അതെനിക്ക് മറക്കാവുന്നതല്ല. മോനെ, നീ കഥ പറയാനിപ്പോൾ ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ച് കഥ പറയുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നിൻ്റെ എമൗണ്ട് ഇത്രയാണ്, ആ എമൗണ്ട് അനുസരിച്ച് അവർക്ക് പ്രതിഫലം തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ നീ പറഞ്ഞത്രയും തന്നില്ല, കുറയുമായിരിക്കും. ബാക്കിയുള്ള പൈസ 1000 രൂപയാകാം, 2000 ആകാം, 500 ആകാം. ആ പൈസ
അവർ ഉടനെ തന്നെ സലിംകുമാർ വീട്ടിലെത്തിക്കും, ഞങ്ങൾ വീട്ടിലെത്തിക്കും എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തിക്കേണ്ട പ്രിയപ്പെട്ട സ്നേഹിത, ഈ പൈസ സംഭാവനയായി നിങ്ങൾക്കിരിക്കട്ടെ, ഈ പൈസ നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നിങ്ങളിങ്ങോട്ട് തിരിച്ചു പോരുക. കാരണം ഈ പൈസ തരാമെന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ അടുത്ത് പൈസ തരാൻ വരികയുമില്ല, അവൻ്റെ പരിപാടി നിങ്ങൾക്കുണ്ടാവുകയുമില്ല. അതുകൊണ്ട് സംഭാവനയുമായി കൊടുത്തു കഴിഞ്ഞാൽ സലിംകുമാറിനെ എല്ലാ കാലവും ഈ ഉത്സവക്കാർ ഓർമ്മിക്കും. അന്ന് പൈസ ഇല്ലാതിരുന്നിട്ടും അയാൾ സംഭാവന തന്ന് പോയ ആളാണ്, അയാളെ തന്നെ വിളിക്കും. നല്ല പാഠമല്ലേ? അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു പാഠമാണ്. എനിക്ക് 10 വയസ്സ് മുതലേ അച്ഛൻ്റെ കൂടെയുള്ള യാത്ര. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഈ സ്ഥലം കാണാൻ വേണ്ടി വണ്ടിയിലിരിക്കും. അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ. ആദ്യത്തെ ആ ബന്ദ് നടക്കുന്ന സാഹചര്യം, ഭാരത് ബന്ദിന് തടി വലിച്ചു കെട്ടി വഴിയിലിട്ടിരിക്കുകയാണ്, വഴി ബ്ലോക്ക്. ചുവന്ന കൊടി വെച്ച് സഞ്ചരിക്കുന്ന ഇടക്കൊച്ചു പ്രഭാകരനെ തടഞ്ഞില്ല. ഞാൻ സഖാവ് EMS പങ്കെടുക്കുന്ന വേദിയിലേക്ക് പോവുകയാണ്. വിയൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഇത്ര മണിക്ക് എത്തിച്ചേരണം, വണ്ടി തടിയെല്ലാം മാറി അങ്ങനെ പോവുകയാണ്. ഇനി ബുദ്ധിമുട്ടേറിയ സംഭവങ്ങൾ എത്ര. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നില്ല, അന്ധവിശ്വാസത്തിനെതിര് ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ പറയുന്നത്. കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കസ്ട്ര വിഭാഗം ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതും ഈ കലാകാരൻ നേരിട്ട വലിയ ബുദ്ധിമുട്ടാണ്. അത് വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഒരു നൈന മാഷുണ്ടായിരുന്നു, മുസ്ലിമാണ്, ക്ലാരൻറ്റുകാരനാണ്, ആദ്യഘട്ടത്തെ ആ വ്യക്തിയാണ്. ഈ നൈന മാഷിനെ ഉണ്ട് എന്ന് ഭാരവാഹികൾ അറിഞ്ഞ് അച്ഛനൊരു കത്ത് വരികയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ പ്രഭാകരൻ മാഷയെ ഒരു മുസ്ലിം ഉണ്ടെന്നറിഞ്ഞു, അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല, അമ്പലത്തിനകത്താണ് സ്റ്റേജ് ഇട്ടിരിക്കുന്നത്, ദയവുണ്ടായി അയാൾ ഇവിടെ കൊണ്ടുവരരുത്. അച്ഛനുണ്ടോ അടങ്ങുന്നു? ഇല്ല, അങ്ങനെ ഒരാളിൽ എൻ്റെ കൂടെയുള്ളത് ലാൽജിയാണ്. ഈ ലാൽജി എന്നുള്ള പേര് അച്ഛൻ്റെ വായിൽ എപ്പോഴും വരും. അത് ഇളയ സഹോദരൻ, എൻ്റെ ഇളയ സഹോദരൻ്റെ പേരാണ്. അതുകൊണ്ട് വരുന്നത് ഈ ലാൽജിയാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞു, മാഷേ ദയവുണ്ടായിട്ട് മാഷ് സംസാരിക്കുകയൊന്നരുത്, നേരെ അവിടെ ചെല്ലുക, പ്രോഗ്രാം കഴിയുക, നമുക്ക് ഇങ്ങോട്ടൊക്കെ പോരും, വേറെ വിഷയമൊന്നുമില്ല, ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യം. പക്ഷേ രസകരമായ കാര്യം, ഇവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത്, ഉത്സവ സ്ഥലത്തെത്തി ഭക്ഷണമെല്ലാം കൊടുത്ത് ഇവർ വയൽ വരമ്പിലൂടെ അങ്ങ് നടന്നു പോകുമ്പോൾ നമ്മുടെ ഈ നൈന മാഷ് അബദ്ധവശാൽ കൂടെയുള്ള സെക്രട്ടറിയോട് വിളിച്ച് ചോദിക്കുകയാണ്, ഏയ് സെക്രട്ടറി, ഈ ക്ഷേത്രം വളരെ പഴക്കമുള്ള ക്ഷേത്രമാണല്ലേ? ആ ശബ്ദവും സംസാര രീതിയൊക്കെ കണ്ടപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായി. മുസ്ലിം എന്ന ആ അംഗത്തെ ഇദ്ദേഹം മാറ്റിയിട്ടില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രം പെരുമ്പാവൂര്, ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്ന് പരിപാടി പുറത്തേക്ക് മാറ്റാൻ ഉള്ള തീരുമാനമായി എടക്കൊച്ചി പ്രഭാകരൻ പറഞ്ഞു, ഞാൻ കഥ പറയുന്നില്ല, അയാളെ ഒഴിവാക്കിക്കൊണ്ട് കഥ പറയണമെന്ന ആവശ്യകത എനിക്ക് പറ്റില്ല. എടക്കൊച്ചി പ്രഭാകരൻ കഥ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് നൈന മാഷു എൻ്റെ കൂടെ ഉണ്ടാകും, എന്നിട്ട് മാത്രമേ എനിക്ക് കഥ പറയാൻ പറ്റൂ. നിങ്ങളുടെ അഡ്വാൻസ് ഇരിക്കുന്നു. ആ പൈസയും കൊടുത്തുകൊണ്ട് പ്രോഗ്രാം ഉപേക്ഷിച്ച് എടക്കൊച്ചി പ്രഭാകരൻ പോരുകയാണ്. പകരം അവിടെ ചുറ്റും സഖാവ് P. ഗോവിന്ദപിള്ളയും PR ശിവനും ഒക്കെ ചേർന്നുകൊണ്ടാണ് എടക്കൊച്ചി പ്രഭാകരന് വേദി ഒരുക്കിയത്. ഇത്തരം സംഭവബഹുലമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ PT ചാക്കോയുടെ വിഷയങ്ങൾ, ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം പ്രതിരോധം എന്തുണ്ടോ അതൊന്നും എല്ലാം അവഗണിച്ചുകൊണ്ട് കഥ പറഞ്ഞ ഒരു കാഥികൻ കൂടിയായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കഥകളിൽ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ദുർഗാക്ഷേത്രമാണ്. ദുർഗാക്ഷേത്രം കല്ലട വാസുദേവൻ നായരുടെ കഥയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ശില്പി പണിത ആ ശില്പം, ഒരു സ്ത്രീ ശില്പം ദേവതയായി ആരാധിക്കുന്നു ജനസമൂഹം. ഇതാണ് ആ കഥ. അവസാനം ആ ശില്പി കാലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വാതുക്കെ നിൽക്കുമ്പോഴേക്കും അയാൾ കൊത്തിവെച്ച് ശില്പത്തിന് ആരാധന ചെയ്യുകയാണ് ജനലക്ഷങ്ങൾ. കാളി, മഹാകാളി, ഭദ്രകാളി എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ നിരതരായി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ അകത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. കാർത്തു, നിന്നെയാണോ ഇവർ ദേവതയായി ആരാധിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊത്തിയ ശില്പമല്ലേ, അതാണോ ഈ ദേവതയായി ആരാധിക്കുന്ന ഈ ലോകം എന്നൊക്കെ പറഞ്ഞ് അവിടെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങ് പറയുകയാണ്. അപ്പോൾ ഒരു കഥ, അതിൽ ഒരു പാട്ട് ഞാൻ ഓർക്കുന്നു, അവളോ ദിരോഹിണി ആണു ഞാനില്ലത്തെ പരദേശ ബ്രാഹ്മണ പുത്രിയല്ലോ, കരയാതെന്നോദിയ കാമിനി ഭദ്രന്റെ കരളിലെ കണ്ണി തുടച്ചു മാറ്റി. കാരണം കാർത്തു എന്ന ആ പെണ്ണിൻ്റെ ശില്പം പൂർത്തീകരിക്കുന്നതിനിടയിലാണ് അന്നത്തെ ഭൂപ്രഭുക്കന്മാർ അവളെ കൊലപ്പെടുത്തുന്നത്.
അവളെ മർദ്ദിച്ച് അവശയാക്കി അവളെ കെട്ടിത്തൂക്കുകയാണ്. അപ്പോൾ പകരം അവളുടെ രൂപത്തിലുള്ള ശില്പം പൂർണ്ണമാക്കാൻ മാർഗമില്ല. കാരണം ഈ ജന്മിയുടെ മോളെ തന്നെയാണ് അയാൾ കൊന്നിരിക്കുന്നത്. ആ ജന്മിക്ക് മറ്റൊരു അവിഹിത ബന്ധത്തിലുള്ള ഒരു രോഹിണി വരികയാണ്. ആ രോഹിണിയുടെ ഭാഗമാണ് ഈ പാട്ട്. അത് എന്ത് ഹൃദയാവർജകമായ രീതിയിലാണ് അച്ഛൻ പാടുന്നത്. പാട്ടിനൊരു പ്രത്യേക ശൈലി തന്നെയായിരുന്നു. ആ പാട്ടിൻ്റെ കാര്യത്തിൽ അച്ഛൻ മുൻപും തന്നെ അത്രയ്ക്കും മധുരമായിട്ട് നല്ല ശ്രുതിബദ്ധമായിട്ട്. സാധാരണ ഞങ്ങളൊക്കെ ഇപ്പോൾ 1 സിയിലൊക്കെ തുടങ്ങും. പക്ഷേ അച്ഛൻ്റെ പാട്ട് 1.5, 4.5 ആ സ്കെയിലിൽ നിന്ന പാട്ട്. അതിൻ്റെ അറ്റത്ത് ഇപ്പോൾ സൈഫുദ്ദീനുണ്ട്. സൈഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടിൻ്റെ കാര്യം പറയും. അങ്ങനെ അത്തരത്തിലൊരു ആലാപനത്തിന് വലിയ മിടുക്കനായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ. അപ്പോൾ ആ നീലപ്പെട്ട് സാരി എന്ന കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദുർഗാക്ഷേത്രം കഴിഞ്ഞ് സഞ്ചരിക്കുമ്പോഴേക്കും അതിലൊരു പ്രണയഗാനമുണ്ട്. ആ കഥയും വളരെ ശ്രദ്ധേയമായ കഥയായിരുന്നു. ഈ അനുസ്മരണം നടക്കുമ്പോഴേക്കും അത്തരം കഥകളിൽ ഒക്കെ കൂടി ടച്ച് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതെല്ലാം പറയുന്നത്. അതെ, സൈഫുദ്ദീൻ പറയുന്നത് ദുർഗാക്ഷേത്ര പിന്നണിയിൽ ഈ ഉള്ളവനുണ്ടായിരുന്നു, സൈഫ് ഉണ്ടായിരുന്നു ആ കഥയ്ക്ക്. അതൊരു പ്രത്യേകതയുള്ള കഥയായിരുന്നു. ശില കൊത്തുന്നതൊക്കെ ജനങ്ങളിങ്ങനെ ചുറ്റുകയും ഉളിയും പിടിച്ചിങ്ങനെ മുട്ടുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശില കൊത്തുന്നത് പോലെ ഇരിക്കും. അത് ഞാനെടുത്ത് അഡോപ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ 5 വർഷങ്ങളെന്ന കഥയിൽ ഞാനത് ഭംഗിയായി ചേർത്തിട്ടുണ്ട് ആ ഒരു രംഗം. അതുപോലെ തന്നെ അത്രമാത്രം ശ്രദ്ധേയമായി ഇതെനിക്ക് ഭംഗി ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നീലപ്പെട്ട് സാരിയിലൊരു പ്രണയ കഥയാണത്. അതിലൊരു പാട്ട്, നല്ല പാട്ടൊക്കെ ഉണ്ടല്ലേ അതിലെ പാട്ട്. അവസാന നിമിഷം ഈ നായിക മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജയിലിനകത്തായി പോയ ഈ കാമുകൻ അവളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല. അവളെ കൊലപ്പെടുത്തി. അവൾ മരിച്ചു. അവളെ റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. ആ മൃതദേഹം അടക്കം ചെയ്ത സ്ഥലത്ത് അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന നീലപ്പെട്ട് സാരി അങ്ങ് കുഴിമാടത്തിൽ കൊണ്ടുപോയി ഇങ്ങ് വിരിക്കുന്നൊരു രംഗമുണ്ട്. കണ്ണീർ വാർത്തുകൊണ്ട് അവിടെ നിന്ന് ജനം. അതൊക്കെ ഞാൻ കാണാൻ ഭാഗ്യമുണ്ടായിട്ടൊരു പൊട്ടിക്കരയാണിരുന്നത്. ഒരു തുള്ളി കണ്ണീരും ഒരു നെടുവീർപ്പുമൻ ഇടനെഞ്ചിലുണ്ട് നിനക്കായി, ഒടുവിൽ നീ എത്തുമ്പോൾ കാഴ്ച വയ്ക്കാൻ എൻ്റെ ഇടനെഞ്ചിലുണ്ട് നിനക്കായി, ഇടനെഞ്ചിലുണ്ട് നിനക്കായി. എന്തിനു തമ്മിൽ അടുത്തു വൃഥ, എന്തിനതെല്ലാം പകുത്തു, എന്നാത്മവീണ മുറുക്കി പാടാൻ എന്നും നീ എത്തുമെന്നോർത്തു. ഒരു തുള്ളി കണ്ണീരും ഒരു നെടുവീർപ്പുമൻ ഇടനെഞ്ചിലുണ്ട് നിനക്കായി. ഈ പാട്ട് പാടിത്തീരുമ്പോൾ അച്ഛൻ നിന്ന് കരയുന്നു, ഓർക്കസ്ട്ര കരയുന്നു, സദസാകെ. അതായിരുന്നു നീലപ്പെട്ട് സാരി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ യാത്രയിൽ 64 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിഭജനമൊക്കെ വന്നപ്പോൾ പ്രിയ കൂട്ടുകാരെ അദ്ദേഹം നേരെ CPIയും CPMുമായി എടക്കൊച്ചി പ്രഭാകരൻ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ അംഗത്വമെടുക്കുകയാണ് 64 കഴിഞ്ഞിട്ടുള്ള കഥയാണ് ഞാൻ പറഞ്ഞ നീലപ്പെട്ട് സാരി. അപ്പോൾ ആ പാർട്ടി കാർഡ് ഞാൻ കരുതിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്ര കഥാപ്രസംഗകരുടെ വീടുകളിൽ ഒരുപക്ഷെ സാംബശിവ സാറിൻ്റെ വീട്ടിലൊക്കെ മകൻ അത് കരുതി കാണും. കടാമംഗലത്തിൻ്റെ വീട്ടിലൊക്കെ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ സാംബശിവൻ സാറും അദ്ദേഹവും CPIMലായിരുന്നു, കടാമംഗലം വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. ആ പാർട്ടി കാർഡ് ഒന്ന് കണ്ടോളൂ. എടക്കൊച്ചി പ്രഭാകരൻ്റെ പാർട്ടി കാർഡാണിത്. അരിവാൾ ചുറ്റിക നക്ഷത്രം സഖാവ് EMS കൊടുത്ത പാർട്ടി കാർഡാണിത്. ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും. ഇത് ആവശ്യകതയുണ്ട്. മാസ്റ്റർ MN പ്രഭാകരൻ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് കരുതുകയാണ്. ഇതിരിക്കട്ടെ. അപ്പോൾ അവഗണിക്കപ്പെടുകയാണ്. ഒരു കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച കർമ്മധീരരായ ഈ കഥാപ്രസംഗ സുഹൃത്തുക്കൾ, നാടക പ്രവർത്തകർ ഒക്കെ ഉണ്ടായിട്ട് അവരെല്ലാം വിസ്മരിച്ചു പോകുന്നില്ലേ എന്ന് പാർട്ടിയെ അനുധാവനം ചെയ്യുന്ന എനിക്കും ഒരു സംശയമില്ലാതില്ല. എടക്കൊച്ചി പ്രഭാകരന് ഇപ്പോൾ ഈ നമ്മൾ ഇത്രയും കഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പാർട്ടിയുമായിട്ട് സഞ്ചരിച്ച് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഒരു വലിയ സ്ഥാനമൊക്കെ നൽകി ഒരു പ്രതിമ ഒക്കെ സ്ഥാപിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിനൊക്കെ പേരിടാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പാർട്ടിയുടെ 9 വർഷക്കാലത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, LC അംഗമായിരുന്നു. ആ നിലക്ക് ആ കാലയളവിൽ എല്ലാവരുടെയും ഒരു സഹവാസമൊക്കെ കൊണ്ട്
റോഡിന് പേരിട്ടു, എടക്കൊച്ചി പ്രഭാകരൻ റോഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. കെടാമംഗലത്തിന് വേണ്ടി വി സാംബശിവൻ സാറിന് വേണ്ടി ഇപ്പോൾ സ്മാരക മന്ദിരത്തിലുള്ള പണമൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് ഗംഭീരമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. എടക്കൊച്ചി പ്രഭാകരന് വേണ്ടി ചെയ്യണം, ഓച്ചര രാമേന്ദ്രന് വേണ്ടി ചെയ്യണം. നാടക പ്രവർത്തകർ എത്ര പേരുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ പേരെഴുതി കുറിച്ച് വെച്ചുകൊണ്ട് ഇവർ ചെയ്യണം. മറന്നു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി കാർഡ് എഴുതി ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കാണിച്ചത്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങളിലൂടെ ആ ചർച്ച പോകുമല്ലോ എന്ന് കരുതിയത് ഞാൻ എൻ്റെ മരണം വരെ സൂക്ഷിക്കും. അടുത്ത ശേഷം എനിക്ക് പറയാൻ കഴിയുന്നതല്ല. അപ്പോൾ 64 പാർട്ടി കാർഡ് ഇതൊക്കെ ശേഷം ഈ 4ാം ക്ലാസ്സുകാരൻ്റെ ഈ പരന്ന വായനയുണ്ടല്ലോ, ആ വായനയും പുതിയ ലോകവും അദ്ദേഹത്തെ എത്തിച്ചത് വിശ്വസാഹിത്യ കഥ പറയുന്നതിലേക്കാണ്. ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർഡാം. അപ്പോഴേക്ക് സാംബശിവൻ സാറ് തകർത്ത് ഒഥല്ലോ പറയുന്നു, അനീസ്യ പറയുന്നു, ഗംഭീരമായി കഥകളുടെ ഒരു കുത്തൊടുക്ക് നടക്കുകയാണ് അവിടെ. സദാനന്ദ സാറ് അതിനിടയിൽ കഥകൾ, വിശ്വോത്തര കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 75 പറയുന്ന കഥയാണത്. അടിയന്തരാവസ്ഥ കാലത്ത് അച്ഛൻ പറഞ്ഞ കഥയാണ് ഈ നോത്രദാമിലെ കൂനൻ. നോത്രദാമിലെ കൂനിൽ സ്വർണ്ണ നിറത്തിൻ ഫ്രോക്കു ധരിച്ചൊരു സുന്ദരി നിൽപ്പൂ ജിപ്സി, ചെമ്പൻ മുടിയും നീലമിഴിയും അപ്സരസാണവൾ ജിപ്സി, അപ്സരസാണവൾ ജിപ്സി. ഈ ഒരു പാട്ട്. അങ്ങനെ ഈ 5 കഥാപാത്രങ്ങളുണ്ട്. കൂനൻ കോസിമോദ, ക്യാപ്റ്റൻ ഫുവാബു, ഫാദർ ക്ലോദ്, പിന്നെ പിയർ ഗ്രീൻഷ്വർ, എസ്മറൽദ. ഇവരെ അത് അവതരിപ്പിക്കുന്നതൊന്ന് കാണണം. ആ കൂനൻ മണിയടിക്കുന്നത് ഇപ്പോഴും കേരളീയ ജനം, അച്ഛൻ്റെ കഥ കേട്ടിട്ടുള്ളവർ അത് മറന്നു കാണില്ല. ആ 300 അടി ഉയരമുള്ള മേടയിൽ നിന്നും താഴേക്ക് ഞാന്ന് കിടക്കുന്ന, ആ മണിയുടെ നാവിൽ നിന്നും താഴേക്ക് ഞാന്ന് കിടക്കുന്ന ആ ഇരുമ്പ് ചങ്ങല കയറി പിടിച്ച് ഭീമാകാരനായ മനുഷ്യൻ ആ മണി ആഞ്ഞടിച്ചു എന്ന് പറയുമ്പോഴേക്കും ഓർക്കസ്ട്ര അവരുടെ മണിശബ്ദം ഗ്രൗണ്ടിൽ കേൾക്കണം. അങ്ങനെ ഒരു വല്ലാത്ത പാരീസിൻ്റെ പശ്ചാത്തലത്തിൽ ആ കഥ ഗംഭീരമായി അവതരിപ്പിക്കുകയാണ്. അതൊരു പള്ളിയിലച്ഛൻ തടവിലാക്കപ്പെട്ട ഒരു പെണ്ണിനെ നശിപ്പിക്കുന്നൊരു കഥയാണ്. നല്ലൊരു പ്രണയത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു നല്ല കഥയായിരുന്നു ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർഡാം. വിക്ടർ ഹ്യൂഗോ ആണ് അത് എഴുതിയത്. ശ്രീ ഷഹീർ അലിയൊക്കെ വന്നിട്ടുണ്ട്, വിഭു വന്നിട്ടുണ്ട്, ഷൈനുണ്ട്, KD പീറ്റർ. നോത്രദാമിലെ കൂനൻ 4 മണിക്കൂർ കേട്ടു എന്നാണ് പറയുന്നത്. ശരിയാണ്, അദ്ദേഹമൊക്കെ ആ കഥ ധാരാളം കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ഒരു യാത്രയിൽ. അന്ന് വിപ്ലവ പാട്ടുകൾ കാരൽസും മെങ്കൽസും ലെനിനും സ്റ്റാലിനും മാവോയും ചിക്കാഗോയിൽ വയലാറിൽ ൂരിൽ കരിവള്ളൂരിൽ പന്തം തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും വർഗസമരം സിന്ദാബാദ്, വർഗസമരം സിന്ദാബാദ്, വർഗസമരം സിന്ദാബാദ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ എന്ന ആ അധ്യായത്തിൽ എനിക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ആരായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ, എന്തായിരുന്നു എടക്കൊച്ചി പ്രഭാകരൻ എന്ന നിലയിൽ 2 അധ്യായം കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാന അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എങ്ങനെയായിരുന്നു കുറച്ച് സമയം കൂടെ നമുക്ക് ആചകമായ പ്രഭാഷണം എന്നെഴുതിയിരുന്നു. അജയ് ബോസ് സാറിൻ്റെ ഒരു പൂ കാണിച്ചുകൊണ്ടുള്ള ഒരു അഭിവാദ്യമുണ്ട്. ഒക്കെ നന്ദി പറയാണ്. ഇടയ്ക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പോയത് കൊണ്ടാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ യാത്രയിൽ കമ്മ്യൂണിസം നെഞ്ചേറ്റിയ ഒരു കാരൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്ര മകൻ അനുസ്മരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പ്രേക്ഷകർ കരുതുക. വേണ്ടപ്പെട്ട അംഗീകാരങ്ങൾ മറിഞ്ഞു പോയിട്ടുള്ള നാടക കലാകാരന്മാർക്ക് ലഭിക്കണം, കഥാപ്രസംഗ കലാകാരന്മാർ ലഭിക്കണം. അതിൽ ഒരു ഉപേക്ഷയും നമ്മുടെ സർക്കാർ വെച്ച് പുലർത്തിക്കൂടാ. അവരെല്ലാം കണ്ടറിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ചെയ്തു കൊടുത്തേ തീരൂ എന്ന് ഞാൻ ഈ ഓൺലൈൻ സംഭാഷണത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അച്ഛനെ ഇപ്പോൾ അനുസ്മരിക്കാൻ കൊച്ചിയിലുള്ളത് 2012 ആരംഭിച്ച എടക്കൊച്ചി പ്രഭാകര സ്മാരക കലാമന്ദിരമാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2005 അദ്ദേഹത്തിൻ്റെ മരണകാലയളവിലേക്കൊക്കെ വരാം. ഞാൻ പറയുന്നത് അച്ഛൻ്റെ അനുസ്മരണം കഴിഞ്ഞ 15 വർഷമായിട്ട് 15 വർഷമായിട്ട് നടന്നു വരികയാണ്. ഇപ്പോൾ 15ാമത് അനുസ്മരണമാണ്. 14 വർഷവും ഗംഭീരമായി 10 ദിവസം നീളുന്ന കൊച്ചിയിലെ അത്രയും ശ്രേഷ്ഠമായിട്ട് ആരും നടത്തിയിട്ടില്ല 10 ദിവസത്തെ കഥാപ്രസംഗ മേള. നമ്മുടെ ധർമ്മേട്ടനൊക്കെ അതിൻ്റെ രക്ഷാധികാരി സ്ഥാനത്തുണ്ട്. MK അർജുന മാസ്റ്റർ ചെയർമാനാണ്. ഒരുപാട് സാംസ്കാരിക നായകന്മാരുടെ കൂട്ടായ്മയാണ് ആ എടക്കൊച്ചി പ്രഭാകര സ്മാരക കലാമന്ദിരം. ആ മന്ദിരത്തിൻ്റെ പരിപാടിയിൽ എത്ര കാഥികന്മാർക്ക്
നമ്മൾ അവാർഡ് കൊടുത്തു കഴിഞ്ഞു, എത്ര പേര് കഥ പറഞ്ഞു കഴിഞ്ഞു. ഒരു 375ഓളം പേരെ നമുക്ക് വിവിധ കലകളിലുള്ളവരെ ആദരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് കാണാം ഈ ലൈവിലുള്ളത് 18 പേരാണ്. ഈ പരിപാടി തുടങ്ങിയിട്ട് 100 അംഗങ്ങളുടെ അനുസ്മരണം കഴിഞ്ഞ വേദി കൂടിയാണിത്. നോക്കൂ, 100 പേര് അനുസ്മരണം നടത്തിയെങ്കിൽ 100 വ്യക്തികളുടെ സാന്നിധ്യം ഈ സഹൃദയാനന്ദിനി സഭയോട് നീതി പുലർത്തേണ്ട ബാധ്യത ആ അംഗങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് അവർക്ക് സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടി എന്നല്ല, ആരുടെ പരിപാടിയായാലും ഞാൻ കുറച്ച് ദിവസമായി അത് ശ്രദ്ധിക്കുകയായിരുന്നു. കണ്ടേ, അതുപോലെ തന്നെയാണ് ഇടക്കൊച്ചി പ്രഭാകരൻ സ്മാരക കലാമന്ദിരത്തിൻ്റെ സ്ഥിതി. 375 പേരെ ആദരിച്ച് വിട്ടിട്ട് അങ്ങോട്ടേക്ക് ആ വ്യക്തികൾ ആരെയും കാണാനില്ല. അവിടെ വന്നത് പുതിയ ഓഡിയൻസാണ്. ഇവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതാശിക്കുകയാണ് ഈ മകനെന്ന നിലയിൽ. അതൊരു ശ്രേഷ്ഠമായ ഒരു വലിയ കർമ്മം തന്നെയാണ്, സംഘടനയോടുള്ള ഒരു കൂറ് എന്നൊക്കെ പറയാം. അതിവിടെ കാണാത്തതിലുള്ള ദുഃഖം ഞാൻ ഭംഗേന്തരേണ അറിയിക്കുന്നുവെന്ന് മാത്രം. ഇപ്പോൾ കഥാപ്രസംഗത്തിൻ്റെ ആ പരിപാടിയുടെ ഭാഗമായിട്ടാണല്ലോ എനിക്ക് വരാൻ കഴിഞ്ഞത്. നാടകക്കാരെ ഒരുപാട് പേരെ കഴിഞ്ഞു, 100 പേര്. ഇതേതാണ്ട് 17ാമത്തെ ദിവസവും മറ്റൊക്കെയാണ്. എന്തൊക്കെയായാലും നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് വരാം. എങ്ങനെയായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ? ഇടക്കൊച്ചി പ്രഭാകരൻ തനി ചുവപ്പനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പ്രതിബന്ധങ്ങൾ ഒരുപാടായിരുന്നു. അദ്ദേഹത്തിന് പ്രതിരോധിക്കുവാനായിട്ടുള്ള ശേഷി എല്ലാം മനസ്സിൽ സൂക്ഷിച്ച് പ്രതിരോധമെല്ലാം ഉള്ളിലടക്കി സഞ്ചരിച്ച ആളാണ്. ഇവരോടൊന്നും മത്സരിക്കാൻ ഞാനില്ല, അവരവരുടെ വഴി, എനിക്ക് എൻ്റേതായ വഴി. ഇതായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ. കാരണം സുഹൃത്തുക്കളെ, ഇടക്കൊച്ചി എന്ന കൊച്ചു ദേശം അത് ഉപദ്വീപാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ലോകത്തിൻ്റെ നെറുകയിലെത്തിയത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇടക്കൊച്ചി അറിഞ്ഞത് ഇടക്കൊച്ചി പ്രഭാകരനിലൂടെ തന്നെ. മറ്റൊരു കലാപ്രവർത്തകൻ ഇവിടെ അങ്ങനെ പറയാനില്ല, പ്രശസ്തരായ ആരുമില്ല. സഖാ VK നാരായണനുള്ളത് മേയറാണ്. അദ്ദേഹത്തിനൊന്നും രാഷ്ട്രീയ ആ വിങ്ങിൽ മാത്രം അറിയപ്പെടാതെ ജനങ്ങളിലേക്ക് അത് ഇടക്കൊച്ചി പ്രഭാകരൻ തന്നെയാണ്. ആ ഇടക്കൊച്ചി പ്രഭാകരൻ്റെ കഥാപ്രസംഗ യാത്രയിലുള്ള വിഘ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? നമ്മൾ നടുങ്ങിപ്പോവും. ബുക്കിങ്ങിന് വേണ്ടി ആളുകൾ പല സ്ഥലത്ത് നിന്ന് അന്ന് ഫോണിലൂടെയുള്ള ഇന്നത്തെ പോലെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർ നേരെ ബസ് കയറി വണ്ടി ടാക്സി പിടിച്ചൊക്കെ വീടുകളിലെത്തും. വീടുകളിലെത്താൻ നേരം ഇടക്കൊച്ചി പ്രഭാകരൻ്റെ വീട് അന്വേഷിക്കുകയാണ്. വീട് അന്വേഷിക്കുമ്പോഴേക്കും ഇടക്കൊച്ചി പ്രഭാകരൻ്റെ വീട് അതാണ്. എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ആവശ്യം? ഞങ്ങൾ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എവിടെ നിന്നാണ്? ഇന്ന സ്ഥലത്ത് നിന്ന്. അയ്യോ, നിങ്ങൾക്ക് മസൂരി ബാധിച്ചിട്ടുണ്ടോ? ഉടനെ അവരോടൊരു ചോദ്യമാണ്. അതെന്താണ്? അല്ല, അദ്ദേഹം മസൂരി ബാധിച്ചിട്ട് കുളിച്ചിട്ടില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അങ്ങനെ പ്രോഗ്രാം മുടക്കുക. പട്ടിണിക്കാരനാണല്ലോ, ആകെ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, സഹോദരങ്ങളും അമ്മയും. അപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ പ്രോഗ്രാം മുടക്കുക. ഒടുവിൽ അവർ ഏതോ വിധത്തിലൊക്കെ അറിഞ്ഞു. അതൊക്കെ നാട്ടുകാരുടെ ഒരു ചെറിയ രീതിയായിരുന്നു. ഈ കുൽസിത ബുദ്ധിക്കാർ, കുശുംബന്മാരുടെ ഒരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു തഴച്ചിൽ. പിന്നെ ഇടക്കൊച്ചി പ്രഭാകരനെ തോൽപ്പിക്കാൻ വേണ്ടി 25 കാഥികരാണ് ഇടക്കൊച്ചിയിൽ ജനിച്ചത്. 25 കഥാപ്രസംഗകർ. ഇവരാരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് ഇടക്കൊച്ചിയിൽ ചേർത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? എണ്ണപ്പെട്ട 1-2 പേര് അങ്ങനെ പുറത്തേക്ക് അറിയപ്പെട്ടവരുണ്ട്, അല്ലാതെ പറയാനില്ല. എൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ താമ്പിരിൻ വായിച്ചിരുന്ന ആൾ 8 വർഷത്തെ ആ സഹവാസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം കാഥികനായി. ഒടുവിൽ പറഞ്ഞു വരുത്തിയ ആക്ഷേപം എന്താണെന്നറിയാവോ? അത്തരം 25 പേരുടെ കഥ ഇടക്കൊച്ചി പ്രഭാകരൻ പിടിക്കുന്നു. അത് പിടിച്ചുകൊണ്ടാണ് അവർക്ക് പരിപാടിയില്ലാത്തത്, ഇടക്കൊച്ചി പ്രഭാകരൻ പരിപാടിയുള്ളത്. ഇങ്ങനെ ഒരു ആക്ഷേപം. ഇതൊക്കെയായിരുന്നു ജനങ്ങൾ. എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ നാട്ടുകാർ ചെയ്തു. അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു ശത്രുതയുമില്ലാതെ. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പൂർവികരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ വന്നാൽ തകഴി ശിവശങ്കര പിള്ളയെ കണ്ടതുപോലെ ഇടക്കൊച്ചി പ്രഭാകരനെ കാണാൻ കഴിയും. തകഴി ആ വയലേലകളിലെല്ലാം ഒരു തോർത്ത് കൊടുത്ത് വെള്ളമുണ്ടോ കള്ളിമുണ്ടോ ചുറ്റിക്കൊണ്ട് നടന്ന കാഴ്ച കണ്ടിട്ടില്ലേ? അത് തന്നെയായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഇടക്കൊച്ചി പ്രഭാകരൻ. ഒരു തോർത്തും തോളിൽ ഇട്ട് നന്നായിട്ട് മുറുക്കി ചുവപ്പിച്ച് തത്തമ്പ ചുണ്ടുമായി കണ്ണടയും വെച്ച് ഒരു മുണ്ട് കൊടുത്ത് ആ പുറത്തേക്കിറങ്ങിയ ആളുകളെല്ലാം കണ്ടാൽ നെഞ്ചു ചേർത്ത് തോളിൽ കൈയിട്ടുകൊണ്ട് പാട്ടുപാടി ഹാസ്യം പറഞ്ഞ് തമാശയുടെ ഒരു വലിയ കുഞ്ചൻ നമ്പ്യാരായിരുന്നു അദ്ദേഹം. വാ തുറന്നാൽ രസാത്മകമായ കഥകളാണ്. അത്രയ്ക്ക് രസകരമായ എത്രയെത്ര കഥകൾ. അച്ഛൻ്റെ കഥയിലെ പുള്ളുവൻ പാട്ടൊക്കെ ശ്രദ്ധേയമായ ആളുകളെ ആകർഷിക്കുന്ന കഥകളായിരുന്നു. അങ്ങനെ ഹാസ്യാത്മകമായിട്ട് അദ്ദേഹത്തിനൊരു യാത്ര വളരെ വലുത്. അപ്പോൾ ഈ കലാകാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ തടസ്സം തൻ്റെ കുടുംബജീവിതം ആരംഭിച്ചപ്പോഴും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആര് സഹിക്കും? 59
ഡിസംബർ 10-ാം തീയതിയായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരൻ്റെ കല്യാണം. കല്യാണ ദിവസം നിങ്ങൾ അറിയണം, 57-56 കാലയളവിൽ ചേരം നെല്ലൂർ എന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞില്ല, അവിടെ താലപുഷത്തിൽ പങ്കെടുക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് എൻ്റെ അമ്മ ആത്മീയപ്പിന്. ആ പെണ്ണിനെ കണ്ട് പാർട്ടി ഓർക്കാൻ ഒരാളുണ്ടായിരുന്നു, ബാബുരാജ് മാഷ്. ബാബുരാജ് പറയുകയാണ്, ആ പെണ്ണിനെ നമുക്ക് ആലോചിച്ചാൽ പ്രഭാകരൻ. അങ്ങനെ ആലോചിക്കുകയാണ്. ആ പെണ്ണ് തൻ്റെ സമുദായത്തിൽപ്പെട്ട പെണ്ണ് തന്നെയാണ്. വീടുകാരായി ആറ്റുപറമ്പ് കുമാരൻ്റെ വീട്, അമ്മയുടെ അച്ഛൻ്റെ പേര്, ആങ്ങളമാരൊക്കെയുണ്ട്, FCTയിലെ ജോലിക്കാർ. ആ കല്യാണ രംഗം ഇഷ്ടമായി. കഥ കേട്ട ഹേമ എന്ന കഥ കേട്ട സന്തോഷം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് പാട്ടും കഥപറച്ചും കാകനെയും ഇഷ്ടപ്പെട്ടു, പരസ്പരം ഇഷ്ടപ്പെട്ടു. വിവാഹമെല്ലാം ഡിസംബർ ഫിക്സ് ചെയ്ത് പോകുന്നു. അവർ ഇടക്കൊച്ചി പ്രഭാകരൻ പിന്നെയും കഥ പറഞ്ഞിരിക്കുകയല്ലേ. വധുവിൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിലൊരു ഊമക്കത്തറിയ, പിന്നീട് ആള് നേരിടില്ല. ഇടക്കൊച്ചി പ്രഭാകരന് വേണ്ട പരിപാടിയൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. പട്ടിണി കിടക്കേണ്ട ഒരു കുട്ടി. കല്യാണം മുടങ്ങുകയാണ്. കല്യാണം മുടങ്ങി. ഡിസംബർ 10-ന് കല്യാണം നടക്കില്ല. ആളുകളെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു, എന്ത് ചെയ്യും? പക്ഷേ വാക്ക് കൊടുത്തതിലുള്ള ധീരത പുലർത്തിയ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ അമ്മയുടെ അച്ഛൻ്റെ അനുജന്മാർ, അവർ രണ്ടുപേരും ഏതോ ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് അമ്മയെ അണിയിച്ചൊരുക്കി പുറത്തു കൊണ്ടുപോയി. ഡിസംബർ 10-ാം തീയതി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വന്നു. ഇടക്കൊച്ചി പ്രഭാകരനും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അമ്പലത്തിൽ വരുന്നു. അവിടെ വെച്ച് അമ്മയെ താലി ചേർത്തുന്നു, അമ്മയെ കൊണ്ടുവരുന്നു. അവരുടെ കുടുംബജീവിതം, സുഖകരമായ ജീവിതം അങ്ങോട്ടേക്ക് പോകുന്നു. ചെറിയ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അമ്മ പറഞ്ഞു, എനിക്ക് ഭർത്താവിൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടം. ഞാൻ ജനിച്ചതിന് ശേഷമാണ് അമ്മയുടെ വീട്ടുകാരുമായിട്ടുള്ള വഴക്കുകളൊക്കെ മാറി വളരെ സൗഹൃദത്തിൽ ഇപ്പോഴും അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ മുടക്ക് വരെ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായി. ഇതാണ് ഇടക്കൊച്ചി പ്രഭാകരൻ. കഥാപ്രസംഗ രംഗത്തേക്ക് വന്നപ്പോൾ താൻ ജനിച്ച കാലയളവ് മുതലേ തനിക്കുണ്ടായ പ്രതിബന്ധങ്ങളെ ഒന്നും വകവയ്ക്കാതെ അവഗണിച്ചുകൊണ്ട് പുറംകാലുകൊണ്ട് തട്ടിക്കൊണ്ട് അദ്ദേഹം മുന്നേറുകയായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ചുവപ്പൻ രാഷ്ട്രീയം പറഞ്ഞ് അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ കഥാപ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഏകദേശം 35ഓളം കഥകൾ ഇടക്കൊച്ചി പ്രഭാകരൻ പറഞ്ഞു. 35 കഥകൾ, വ്യത്യസ്തമായ കഥകൾ. അതിൽ ഈ പറഞ്ഞ ജഗത്രയൻ, ദുർഭഗ, ഇത്തരം കഥകളൊക്കെ ഉണ്ട്. ഒരുപാട് രാഷ്ട്രീയ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു 10,000-കണക്കിന് വേദികളിൽ അദ്ദേഹം കഥ പറഞ്ഞിട്ടുണ്ട്. ഓർക്കസ്ട്രക്കാരെല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരോടുമുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ് എനിക്ക്. ഇതെന്നെ ശ്രമിച്ചവർക്ക്, സംഘാടകരോട് മറ്റൊരു പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ മകൾ കാഥികയാണ്. എൻ്റെ മകൾ കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത് 88-ലാണ്. 88-ൽ അവൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾ കാഥികയാകുന്നത്. അവളെ കഥ പഠിപ്പിച്ചത് അച്ഛനാണ്. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കഥ പറഞ്ഞാണ് അവൾ വരുന്നത്. അങ്ങനെ അവൾ രംഗവേദിയിലേക്ക് വരുന്നു. ഞാൻ 79-ലാണ് ഞാൻ രംഗവേദിയിലേക്ക് വരുന്നത്. 79-ൽ വന്ന് ഇക്കാലം അത്രയും ഞാൻ കഥാപ്രസംഗ രംഗത്ത് 50 കഥകൾ സജീവമായി പറഞ്ഞ് ഞാൻ നിലനിൽക്കുകയാണ്. ഒരു വർഷവും കഥ പറയാതിരുന്നില്ല. അപ്പോൾ ആകാശവാണിയിൽ അവതരിപ്പിക്കുകയും എല്ലാം കൂട്ടി 50 കഥകൾ, പുതിയ കഥകൾ അനൗൺസ് ചെയ്ത് കടൽ പോരുന്ന കഥ പറയാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താണ് നമുക്ക് കോവിഡ് വന്നത്. നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുകയല്ലേ. അതിനെയൊക്കെ മാറി വരട്ടെ, അപ്പോഴേക്കും നമുക്ക് കഥ പറയാം. അപ്പോൾ ഞങ്ങൾ 3 തലമുറ, ഇടക്കൊച്ചി പ്രഭാകരൻ, ഇടക്കൊച്ചി സലിംകുമാർ, മകൾ സനീഷ സലിംകുമാർ. സൗഭാഗ്യം, കുടുംബത്തിനുണ്ടായ സുഹൃത്തും നാട്ടുകാരുടെ അനുഗ്രഹം ഒക്കെ കൊണ്ട് 2003-ൽ ഞങ്ങൾ 3 പേര്, ഇടക്കൊച്ചി പ്രഭാകരൻ, സലിംകുമാർ, മകൾ സനീഷ സലിംകുമാർ. അവളിപ്പോൾ അക്കിനാസ് കോളേജിലെ ലെക്ചറാണ്, കോമേഴ്സ് വിഭാഗം ലെക്ചറാണ്. എനിക്ക് 2 പെൺമക്കളാണ് കേട്ടോ. എൻ്റെ ഇളയ മോള് പ്രണവ സലിംകുമാർ, അവൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ആൾ അബുദാബിയിലാണ്. അങ്ങനെ 2 പെൺമക്കൾ, 2 പേരുടെ വിവാഹം കഴിഞ്ഞ് ഓരോ കുട്ടികളുണ്ട്. ഇതാണ് കുടുംബചരിത്രം. അപ്പോൾ 3 പേര് ഞങ്ങൾക്ക് ഒരുമിച്ച് കഥ പറയാനുള്ള അവസരമുണ്ടായി. 3 പേര്. അച്ഛൻ ആദ്യത്തെ കഥ പാപത്തിൻ്റെ വട്ടം പറഞ്ഞു, ഞാൻ ഹിറ്റ്ലർ പറഞ്ഞു, എൻ്റെ രജത ജൂബിലി കഥയായിരുന്നു. മകള് ബലികൂടീരത്തിന് മുമ്പിൽ ആശാൻ്റെ ദുരവസ്ഥ. അങ്ങനെ 3 പേര്. അത് ആർക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. 3 കാഥികർ എല്ലാ വീടുകളിലും. ഇപ്പോൾ സൂരജിൻ്റെ വീട്ടിൽ 3 കാഥികരെ പറയാം. സൂരജ് സത്യനുണ്ട്, അച്ഛൻ സത്യൻ മാഷുണ്ട്, മകൾ അനുവൃതയുണ്ട്. കണ്ണൻ ജീനാഥിൻ്റെ വീട്ടിലുണ്ട്, പറവൂർ ഗോപിനാഥുണ്ട്, അതുപോലെ കണ്ണൻ ജീനാഥുണ്ട്. കണ്ണൻ ജീനാഥിൻ്റെ മക്കൾ കാഥികരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാനുണ്ട്. എന്നാലും 3 പേര് ഒരുമിച്ച് ഒരു വേദിയിൽ കഥ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഗിന്നസ് റെക്കോർഡാണ്.
സാമ്പ് സാറിൻ്റെ വീട്ടിൽ മകൻ അത് അദ്വിതീയമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു. കടാമംഗലത്തിൻ്റെ വീട്ടിൽ ആ ബന്ധുവിൻ്റെ ആയ സൂരജ് സത്യൻ രംഗവേദിയിലുണ്ട്. ഒട്ടേറെ നവാഗതരായ കാഥകന്മാരെ എനിക്ക് കാണാൻ കഴിയുന്നു. അവരൊക്കെ ഈ കല നിലനിർത്തും എന്ന ഒരു ചിന്തയാണ് എന്നിലുള്ളത്. അക്കൂട്ടത്തിൽ കഥാപ്രസംഗത്തിൻ്റെ ഇത്തരം വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ അവസാന നിമിഷം അച്ഛനെ ബാധിച്ച ഒരു വല്ലാത്ത അസുഖമായിരുന്നു ഷുഗർ കംപ്ലൈൻറ്റ്. പ്രഷറില്ലായിരുന്നു, ഷുഗർ കംപ്ലൈൻറ്റ് ബാധിച്ച് വല്ലാതെ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ശരീരം വല്ലാതെ ശോഷിച്ചു, ശുഷ്കമായ രീതിയിൽ. അതിനിടയിൽ അച്ഛനെ പിടികൂടിയ മദ്യത്തിൻ്റെ ചെറിയ ആസക്തിയൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് കൂടി വന്നപ്പോഴേക്കും ആരോഗ്യമല്ലാതെ ക്ഷയിച്ചു. അപ്പോഴേക്കും അച്ഛൻ കഥാപ്രസംഗം 95 അച്ഛൻ കഥാപ്രസംഗം നിർത്തി. 79 ഞാനിറങ്ങി, മകളിറങ്ങി. പിന്നെ 95 വരെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും ഞാനും കൂടി ഒപ്പം കാറിനാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഞാനൊരു വണ്ടിയിൽ, അച്ഛനൊരു വണ്ടിയിൽ. അച്ഛൻ്റെ ഓർക്കസ്ട്ര എനിക്ക് വിട്ടുവരുന്നു. അച്ഛന് വേറെ ഓർക്കസ്ട്ര ഒന്നും പ്രശ്നമല്ല. പുള്ളിയുടെ ആയുധം ചപ്പളാങ്കട്ടയുണ്ട്. ആ ധൈര്യത്തിൽ അച്ഛന്, എനിക്കത് പറ്റില്ല. അപ്പം ഞാൻ ഓർക്കസ്ട്രയ്ക്ക് കൃത്യമായിട്ട് സൈഫ് ഇതിനൊക്കെ എൻ്റെ കൂടെ സഹകരിച്ചിരുന്ന ആർട്ടിസ്റ്റുകളാണ്. അങ്ങനെ നല്ലൊരു ഓർക്കസ്ട്ര, പള്ളുരുത്തി പ്രകാശൻ, അരൂർ ശിവൻ, അതുപോലെ തന്നെ ശബോ, കുഞ്ഞച്ചൻ, അവരൊക്കെ ചേർന്ന ഒരു ഓർക്കസ്ട്ര ഇപ്പോഴും എനിക്കുണ്ട്. നല്ലൊരു ടീം. ഇപ്പോൾ ഈ LDFൻ്റെ തെരഞ്ഞെടുപ്പ് കാലമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കഥ അവതരിപ്പിച്ചിരുന്നു. 10 മിനിറ്റുള്ളൊരു കഥ, രാഷ്ട്രീയ കഥ തന്നെയാണ്. ആ കഥ കേട്ട പ്രേക്ഷകരെല്ലാം അഭിനന്ദനം വിളിച്ചറിയിച്ചായിരുന്നു. അച്ഛൻ തുറന്നു വെച്ച ആ യാത്ര തന്നെ ഞാൻ നടത്തുന്നു. ഉത്സവ അന്തരീക്ഷത്തിലൊക്കെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചേക്കാം, അതൊന്നും കണക്കിലെടുക്കുന്നില്ല. വന്നാൽ ആ രീതിയിലുള്ള പ്രോഗ്രാം അവതരിപ്പിക്കും, അത്രമാത്രം. അതിൽ ഭീതിയൊന്നുമില്ല. ഏതായാലും 2005 ഫെബ്രുവരി 22 രോഗാതുരനായി അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇടക്കൊച്ചി പ്രഭാകരൻ അവസാന നിമിഷം അച്ഛൻ്റെ കഥകളെല്ലാം എന്നെ വിളിച്ച്, കഥകളൊക്കെ ഇരിപ്പുണ്ട്, ആവശ്യത്തിന് നോക്കിക്കൊള്ളുക, അതൊക്കെ പറയുമ്പോഴേക്കും കണ്ണീര് വരികയാണ്. ആ കഥകളെല്ലാം ഏൽപ്പിക്കുന്നു. ഹേമയുണ്ട്, പുന്നപ്പറ വയലാറുണ്ട്, സെയ്താലിയൊക്കെ ഉണ്ട്. ഞാൻ മറിച്ച് നോക്കുമ്പോഴേക്കും അച്ഛൻ്റെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ച, നല്ല രീതിയിൽ അക്ഷരം തെറ്റില്ലാതെ നല്ല രീതിയിൽ എഴുതി വെച്ച കഥകൾ ഒക്കെ ഉണ്ട്. ആ ഇടക്കൊച്ചി പ്രഭാകരൻ 2 കഥ എനിക്ക് വേണ്ടി എഴുതി തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പരക്കും. അദ്ദേഹം തീരം തേടിയ മുത്ത്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്ന 2 കഥകൾ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ജനലക്ഷങ്ങൾ സ്വീകരിച്ച കഥയാണ്. 99 TK രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇടക്കൊച്ചി പ്രഭാകരനെ അവാർഡ് നൽകി ആദരിച്ചു. അതെ, 50 കഥക്കിറങ്ങിയ ഇടക്കൊച്ചി പ്രഭാകരൻ ആദരിക്കപ്പെടുന്നത് 1999. ഓർക്കണം, സഖാവ് TK രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വരാനുള്ള കാരണം പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം ഉദ്ഘാടകനായി എത്തുന്ന സമയത്ത് കടാമംഗലത്തോട് ചോദിക്കുകയാണ്, ഇടക്കൊച്ചി പ്രഭാകരൻ വന്നായിരുന്നു? TKയുടെ ചോദ്യമാണ്. കടാമംഗലം പറഞ്ഞു, ഇല്ല, മകൻ സലിംകുമാറുണ്ട്, എന്നെ അരികിലേക്ക് വിളിച്ചു. എന്താണ് അച്ഛൻ്റെ സ്ഥിതി? അപ്പോഴേക്കും അച്ഛൻ സുഖമില്ലാത്ത ആ സ്ഥിതിയെല്ലാം അവതരിപ്പിച്ചു. വളരെ പെട്ടെന്ന് അച്ഛൻ്റെ ഡീറ്റെയിൽസ് സാംസ്കാരിക വകുപ്പിന് അയച്ചുകൊള്ളു. അതിന് ഗുണമുണ്ടായി. ആ കഥ പറഞ്ഞ മോള് ലൈവിൽ വരാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഒക്കെ നാണം. ഞാൻ ശ്രമിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് TK രാമകൃഷ്ണൻ, അദ്ദേഹം എന്നെ വിളിച്ച് ഇതെല്ലാം അയച്ചു കൊടുത്തു. 99 അവാർഡ്, യുവജനക്ഷേമ സമിതിയുടെ ഒരു സാമ്പത്തിക സഹായം, ഇതൊക്കെ അച്ഛന് നൽകുകയാണ്. അവർക്ക് തോന്നിയത് ഇടക്കൊച്ചി പ്രഭാകരൻ അംഗീകരിക്കേണ്ട ആളാണ്. അപ്പോൾ ആ പുരസ്കാരം അച്ഛന് ലഭിച്ചു. ആ പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങി, വലിയ സ്വീകരണം ഏറ്റുവാങ്ങി. കെടാമംഗലം എന്ന പ്രഖ്യാതനായ കാഥികൻ, V സാംബശിവൻ എന്ന കാഥികൻ, അവരുമായിട്ട് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇവർ. അത്രയ്ക്ക് സൗഹൃദം. ഇടക്കൊച്ചി പ്രഭാകരൻ ഒരു മനുഷ്യസ്നേഹി തന്നെയാണ്. അദ്ദേഹത്തിന് മാത്രം മുന്നേ സഞ്ചരിച്ചാൽ മതി എന്ന ചിന്താഗതിക്കാരനല്ല. തനിക്ക് പിന്നാലെ ആരുണ്ടോ അവരൊക്കെ കയറിപ്പോയിക്കോട്ടെ. നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നവന് എന്നും രക്ഷയുണ്ടാകും. അതുകൊണ്ട് കടക്കോട് വിശ്വംഭരന്, ഓച്ചറ രാമചന്ദ്രന്, കടവൂർ ബാലന്, കൊല്ലം ബാബുവിന്, ഇവർക്കൊക്കെ അച്ഛൻ വേദി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരങ്ങോട്ടേക്ക് വിളിക്കാറുണ്ട്. V സാംബശിവനെ അച്ഛൻ ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കെടാമംഗലം അച്ഛനെ പൊന്നാടെ എണീച്ച് ആദരിക്കുന്ന ആ നിമിഷം അച്ഛൻ അവസാന നിമിഷം വരെ ഹൃദയത്തിൽ സൂക്ഷിക്കുമായിരുന്നു. 44 ഇറങ്ങിയ ആ കലാകാരൻ്റെ ഒരാദരവ് അദ്ദേഹം ഓസ്കാർ പുരസ്കാരം പോലെ ഇടക്കൊച്ചി പ്രഭാകരൻ സൂക്ഷിച്ചിരുന്നു. എന്തൊക്കെയായാലും ഇത്തരം പുരസ്കാരങ്ങൾക്കും ജനാംഗീകാരത്തിനും ഉറവിടമായ ഇടക്കൊച്ചി പ്രഭാകരൻ 2005 ഫെബ്രുവരി 22 രാത്രി 10:59 ഞങ്ങളെല്ലാം ഒന്ന് നോക്കി. അമ്മയെ അരികിലേക്ക് വിളിച്ചു. സഹോദരങ്ങളെല്ലാം ഉണ്ട്.
കടക്കണ്ണിൽ നിന്നും കണ്ണീരിറ്റ് വീണോ എന്ന് സംശയം. എല്ലാവരും പൊട്ടിപ്പൊട്ടി നിൽക്കുന്ന നിമിഷം ഡോക്ടർ വരുന്നു, പൾസ് നോക്കുന്നു. അടുത്ത നിമിഷം മിഴികളടഞ്ഞു, ആ കണ്ണുകളടഞ്ഞു. കഥയില്ലാ ലോകത്തേക്ക് ഇടക്കൊച്ചി പ്രഭാകരൻ അദ്ദേഹം യാത്രയായി. പൊട്ടിക്കരച്ചിലായിരുന്നു. അടുത്ത ദിവസം പത്രത്താളുകളിൽ വാർത്തകൾ വലിയ വായോടുകൂടി നിരത്തി എഴുതിയിരിക്കുന്നു. ചുവപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ കാർത്തികൻ ഓർമ്മയായി. എല്ലാ പത്രവും എത്രയെത്ര പ്രഗത്ഭരാണ് വന്ന് മൃതദേഹം കണ്ടുപോയത്. അങ്ങനെ ഇടക്കൊച്ചി പ്രഭാകരൻ്റെ ഓർമ്മ മകനിലൂടെ നിൽക്കുന്നു, മകളിലൂടെ അങ്ങ് പോകുന്നു. 3 തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് ഇടക്കൊച്ചി പ്രഭാകരൻ യാത്രയായി. അച്ഛനെ അനുസ്മരിക്കുവാൻ സഹൃദയാനന്ദിനി സഭ, നടന സഭ 1920 രജിസ്റ്റേർഡ് ആക്ട് പ്രകാരം രൂപവൽക്കരിച്ച ഈ സംഘടന നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാത പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി സ്നേഹവും ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ അറിയിക്കുകയാണ്. കൂട്ടത്തിൽ വസന്തകുമാർ സാംബശിവൻ വീണ്ടും വന്നിട്ടുണ്ട്. അദ്ദേഹം പോയിട്ടില്ല, ഇത് തിരുവോളം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പലരുടെയും തിരക്ക് കൊണ്ടാണ് ഇതിൽ വരാൻ കഴിയാത്തത് എന്നെനിക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും സന്തോഷമുണ്ട്. ഈ പരിപാടി ഇത്തരം കലാകാരന്മാരെയൊക്കെ ഓർമ്മിക്കുക, അവരെ അനുസ്മരിക്കുക, അവർ ചെയ്തു വെച്ച കൃത്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നെഞ്ചേൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുണ്യമാണ്. എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രിയങ്കരനായ പയ്യന്നൂർ മുരളി, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞോട്ടെ. പയ്യന്നൂർ മുരളിയെ ആശ എന്ന സംഘടന, MK അർജുനൻ മാസ്റ്ററുടെ ആ ഒരു സംഘടനയാണ്. ഞാൻ സെക്രട്ടറി, അർജുനൻ മാസ്റ്റർ രക്ഷാധികാരി. ആ സംഘടനയിൽ കൊലകൊല്ലി എന്ന നാടകം നടത്തുമ്പോഴേക്കും ആണ് സംവിധായകനായി ശ്രീ പയ്യന്നൂർ മുരളി വരുന്നത്. മുരളി അതിൽ സംവിധാനം ചെയ്യുന്നു. ഈ സംഘടനയിൽ തന്നെയുള്ള അലോസരം കാരണം നാടകം ഗംഭീരമായി, പക്ഷേ പുറം ലോകത്തേക്കത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കഥാപ്രസംഗം പുതിയ രൂപത്തിൽ ഭാവത്തിൽ യൂട്യൂബിൽ പ്ലാൻ ചെയ്തോടെ നല്ല നിർദ്ദേശമാണ് ബെന്നി. ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അപ്പച്ചൻ്റെ ഇത് കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് ആലോചിക്കാം, പിന്നാലെ നമുക്ക് ആലോചിക്കാം. മുത്താനയുടെ ചുവപ്പൻ അഭിവാദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ നാടകം അന്ന് വിജയപ്രദമായി. പക്ഷേ അത് വേദിയിൽ ആദ്യമായിട്ട് ആനയെല്ലാം വരുന്ന കൊലകൊല്ലി എന്ന പേര് ജോൺ ഫെർണാണ്ടസ് രചിച്ചൊരു നാടകമാണ്. എന്ത് ചെയ്യാം, ആ നാടകം ഒരു 10-22 വേദി കഴിഞ്ഞു അത് അടച്ചുപൂട്ടി. ഈ കാലയളവിലാണ് നമ്മുടെ കഥാപ്രസംഗത്തിൻ്റെ എല്ലാം കുറവ് സംഭവിച്ച കാലയളവിൽ എൻ്റെ ഒരു വിദേശയാത്ര, എനിക്കൊരു കുറച്ച് പ്രോഗ്രാം വന്ന് മസ്കറ്റ്, റാസൽ ഖൈമ അവിടെയൊക്കെ പ്രോഗ്രാം വന്ന് ഞാനങ്ങ് പോകുന്നത്. അവിടെ എത്തി ഒരു 5 പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഒടുവിൽ ഞാൻ അവിടെ അതിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞൊരു സ്റ്റോറിൽ ട്രഷറായി ജോലി വാങ്ങി ഞാനൊരു 2 വർഷം അവിടെ കഴിഞ്ഞ കാലയളവിൽ ഇത്ര കണ്ട് നാടകത്തെ പ്രണയിക്കുന്ന ഒരു സംഘം, ഒരു രാജ്യം വേറെ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ബഹ്റൈൻ, അവിടെ ഒരു വലിയ കോട്ടയാണ്. കാക്കയുടെ കൂട്ടിൽ കുയിലി മുട്ടയിട്ടു എന്ന് പറയുന്നത് പോലെ മലയാളികൾ ഒരു വലിയ കോട്ട കെട്ടിയിരിക്കുകയാണ് അവിടെ. അതിൻ്റെ ഉദ്ഘാടനത്തിന് എൻ്റെ കഥാപ്രസംഗമായിരുന്നു. അവരുടെ ആഗ്രഹം ഒരു സംവിധായകനെ വേണം. ഞാൻ വേറൊരാളെ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. നേരെ ഞാൻ വിളിക്കുകയാണ്, നമ്മുടെ പയ്യന്നൂരിനെ വിളിക്കുകയാണ്. അങ്ങനെയാണ് പയ്യന്നൂർ അവിടെ എത്തുന്നത്. പയ്യന്നൂരെത്തി നാടകം പഠിപ്പിക്കുന്നു. പയ്യന്നൂർ ഞാനും കൂടി നാടക മത്സരം ജഡ്ജ് ചെയ്യുന്നു. നാടകത്തിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, അതിൻ്റെ ഡിക്ലറേഷൻ എല്ലാം പയ്യന്നൂർ നടത്തുന്നു. അങ്ങനെ ഒരു സൗഹൃദ ബന്ധം, അവരുടെ കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ പയ്യന്നൂർ നൽകിക്കൊണ്ട് പയ്യന്നൂർ തിരിച്ചു പോരുകയാണ്. ആ ഒരു ബന്ധം ഇപ്പോൾ വരെ നിലനിൽക്കുകയാണ്. അദ്ദേഹം സീരിയൽ ആർട്ടിസ്റ്റാണ്. എനിക്ക് 100 നന്ദിയുണ്ട്. ആ കുടുംബത്തോട് സ്നേഹവും വാത്സല്യമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. പ്രഭാകരൻ മാഷിൻ്റെ ഗംഭീര ഭാഷയുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ലാളിത്യം തന്നെയാണ്. വിനയമാർന്ന ഭാഷ തന്നെയാണ്. അത് കഥാപാത്രങ്ങൾക്ക് അവരുടെ ഭാഷ തന്നെ പകരും അദ്ദേഹം. അത് വല്ലാത്തൊരു ശൈലിയാണ്. കഥാപാത്രങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ലളിതവൽക്കരണം. അതുപോലെ ഈ പെരുവിരലിൽ ഊന്നി നിന്നുകൊണ്ടൊരു എങ്ങലുണ്ട്, അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ വിപ്ലവ കഥ മറക്കില്ല ഞങ്ങൾ കേട്ടപ്പോഴത് പലരും പറയുന്നു. അതൊരു രംഗമാറ്റമാണ്, ഒരു സ്ക്രീൻ ചേഞ്ചാണത്. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് വിരലിൽ ഊന്നിക്കൊണ്ടൊന്ന് നിവർന്നിട്ട് അടുത്ത രംഗത്തേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമുള്ളൊരു സംവിധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അത് തോന്നണമെന്നില്ല, അവർക്ക് അവരുടേതായ ശൈലി കാണാം. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇടക്കൊച്ചി പ്രഭാകരൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം നടക്കുന്നതിനിടയിൽ ഞാനൊന്ന് അനുസ്മരിച്ചു. എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതനെ ഞാനൊന്ന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ പയ്യന്നൂർ മുരളി, അതുപോലെ തന്നെ ആലപ്പി ഋഷികേശ്, കഥാപ്രസംഗകർക്ക് വേണ്ടുന്ന പ്രചോദനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കും അനുഗുണമായി
ഭാഗമായി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്തത് കാഥികർ ശ്രീ അയിലം പുളിമാത്ത് ശ്രീകുമാർ, ശ്രദ്ധേയനായ സ്നേഹിച്ച് തീരാത്ത ഗന്ധർവൻ എന്ന വിഖ്യാതമായ കഥ പറഞ്ഞ് ജനമുന്നേറ്റം നടത്തിയ പുളിമാത്ത് ശ്രീകുമാർ, സൂരജ് സത്യൻ, അതുപോലെ തന്നെ വസന്തകുമാർ സാംബശിവൻ, അയിലം ഉണ്ണികൃഷ്ണൻ, പിന്നെ നമ്മുടെ വിനോദ് ചമ്പക്കര, മുതുകുള സോമനാഥ്, ഇവരൊക്കെ കഥാപ്രസംഗകരെ അനുസ്മരിച്ചുകൊണ്ട് കുറേ പേര് അങ്ങ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും ഞാൻ നവോത്ഥാന കാലയളവിലേക്കോ അന്നത്തെ കാഥികരെക്കുറിച്ചോ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇടക്കൊച്ചു പ്രഭാകരനിൽ മാത്രം പോവുകയായിരുന്നു. കാരണം അതെല്ലാം നിങ്ങൾ കേട്ട് പഴകിയ കഥകളായിട്ട് എനിക്ക് തോന്നി. ആവർത്തിച്ച് അത്തരം കഥകൾ വരികയായിരുന്നു. അന്ധകാര ജടിലമായൊരു ലോകത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇവർ പടവാൾ ഉയർത്തി എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ കാഥികരുടെ ശ്രേഷ്ഠമായ ആ സഞ്ചാരത്തെ നമ്മൾ എന്നും ശ്ലാഘിക്കപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് അച്ഛൻ്റെ, എൻ്റെ എല്ലാമായ എന്നെ നിർത്തി എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകനായി നിന്നിട്ടുള്ള, നാടിൻ്റെ രക്ഷകനായി തീർന്ന, നാടിൻ്റെ യശസ്സുണർത്തിയ ഇടക്കൊച്ചു പ്രഭാകരൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും പോരായ്മകളൊക്കെ ഉണ്ടായേക്കാം. അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് എന്നോട് സഹകരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാമല്ലോ അല്ലേ? സന്തോഷ് കുമാർ, പയ്യന്നൂർ മുരളി, ഓക്കെ, വളരെ മനോഹരമായി അവതരിപ്പിച്ചു. താങ്ക് യു. സന്തോഷ് കുമാറുണ്ട്, നന്ദി പറയുന്നു. ഇനി ഞാനിത് ഫിനിഷ് ചെയ്യാമല്ലോ അല്ലേ? എനിക്കത് പുളിമാത്ത്, താങ്ക് യു. നെക്സൺ സൂര്യൻ ഉണ്ടായിരുന്നല്ലേ? മുത്താനയ്ക്ക് നന്ദി. 1.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. താങ്ക് യു. ഞാനിത് ഫിനിഷ് ചെയ്തോട്ടെ? ഓക്കെ പുളിമാത്തെ, താങ്ക് യു.